ഫിനാൻഷ്യൽ ലെവറേജിന്റെ ഒരു പ്രോബ്ലമാണ് ഇല്ലസ്ട്രേഷൻ 7. XYZ എന്ന് പറയുന്ന ഒരു കമ്പനി ഡിസൈഡ്സ് ടു യൂസ് 2 ഫിനാൻഷ്യൽ പ്ലാൻസ്. അവർ 2 ഫിനാൻഷ്യൽ പ്ലാൻസ് ആണ് അവർ ഉപയോഗിക്കാൻ തീരുമാനിക്കുന്നത്. ആൻഡ് ദേ നീഡ് 50,000 ഫോർ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ്. അവർക്ക് ആകെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്? 50,000 ആണ്. അവർ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? ഒന്ന്, ഡിബഞ്ചർ ഇൻട്രസ്റ്റ്. ആ പ്ലാൻ എയില് 40,000 രൂപ ഡിബഞ്ചർ, 10% ഡിബഞ്ചറും, പ്ലാൻ ബിയില് 10,000 രൂപ 10% ഡിബഞ്ചറും ഉപയോഗിക്കുന്നു. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് എന്താ വരിക? ഇക്വിറ്റി ഷെയർ എത്രയായിരിക്കും? 10,000, 40,000, ഒരു സംശയവും വേണ്ട. ദെൻ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് നീഡഡ് 50,000 റുപ്പീസ്. ദെൻ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് എത്രയാണ്? ഫസ്റ്റ് കേസിൽ 1000 ഇക്വിറ്റി ഷെയർ, കാരണം 10,000 രൂപയുള്ള ഇക്വിറ്റി ക്യാപിറ്റൽ. ദെൻ സെക്കൻഡ് കേസിൽ എത്രയാണ്? 40,000 അതിന്റെ ഇക്വിറ്റി ഷെയർ എന്തായിരുന്നു? അപ്പോൾ അത്ര 4,000 ഇക്വിറ്റി ഷെയർ വേണം. ദ ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആർ അസ്യൂംഡ് റുപ്പീസ് 5,000 ആൻഡ് 12,500 റുപ്പീസ്. 2 സിറ്റുവേഷനിൽ ആ 2 കമ്പനിക്ക്, ഓരോ കമ്പനിക്കും 5,000 അല്ലെങ്കിൽ 12,500 രൂപയാണ് EBIT. ടാക്സ് റേറ്റ് എത്രയാണ്? 50% ആണ്. EBIT 5,000 ആയിരിക്കുന്ന സമയത്ത് നമുക്ക് നോക്കാം പ്ലാൻ എ, പ്ലാൻ ബി. പ്ലാൻ എയിൽ എത്രയാണ്? 10,000 ഇക്വിറ്റിയും 40,000 ഡെറ്റും. പ്ലാൻ ബിയിൽ എത്രയാണ്? 40,000 ഇക്വിറ്റിയും 10,000 ഡെറ്റ്. അങ്ങനെയല്ലേ? ആണ്. അപ്പം 5,000 രൂപയാണ് പ്രോഫിറ്റ്. അപ്പൊ പ്ലാൻ എ മാത്രം എടുക്കാം നമുക്ക്. 5,000 ആണ് പ്രോഫിറ്റ് എങ്കിൽ, ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എങ്കിൽ, ഇൻട്രസ്റ്റ് എത്രയാണ്? 40,000 ആണ് ലോണ്. അപ്പൊ എത്രയാണ്? 4,000 ആണ് ഇൻട്രസ്റ്റ്. സോ ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എത്രയാ? 1,000. ദെൻ അതിൽ ടാക്സ് എത്രയാ? 5,000. ദെൻ ഏർണിംഗ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡർ എത്രയാ? 500. എത്ര ഇക്വിറ്റി ഷെയർ ഉണ്ട്? 1,000. സോ ഒരു ഇക്വിറ്റി ഷെയറിന് 50 പൈസ വെച്ചിട്ട് കിട്ടും. ഏർണിംഗ് പെർ ഷെയർ എത്രയാണ്? 50 പൈസ കിട്ടും. അതായത് 5,000 രൂപ ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഉണ്ടാക്കിയ ഒരു കമ്പനി 4,000 രൂപ പലിശ കൊടുക്കുന്നു. അപ്പോൾ 1,000 രൂപ ടാക്സിനും പുറമെ, ടാക്സിന് മുമ്പ് 1,000 രൂപ അവർക്ക് ലാഭം കിട്ടുന്നു. അതിൽ 50% ടാക്സ് കൊടുക്കുമ്പോൾ ടാക്സ് കഴിഞ്ഞിട്ടുള്ള പ്രോഫിറ്റ് എത്രയാണ്? 500 രൂപ. ആ 500 രൂപയിൽ നിന്ന് 1,000 പേർക്ക് അവരെന്ത് കൊടുക്കണം? ഏർണിംഗ് കൊടുക്കണം. അപ്പൊ എത്രയാണ് കിട്ടുന്നത്? 50 പൈസ ഒരു ഷെയറിന് ഏർണിംഗ് പെർ ഷെയർ കൊടുക്കാൻ സാധിക്കുന്നു. എപ്പോ? 5,000 രൂപ ലാഭം ഉണ്ടാക്കുന്ന കമ്പനി 40,000 രൂപ എന്തുണ്ടാക്കുമ്പോൾ, എന്താണ്, ഡിബഞ്ചറിൽ നിന്നും ഫണ്ട് ജനറേറ്റ് ചെയ്യുമ്പോൾ. നേരെ ഓപ്പോസിറ്റ് നോക്കാം. 5,000 രൂപ ക്യാപിറ്റൽ വേണ്ട സമയത്ത് അയാൾ 10,000 രൂപയാണ് ഡെറ്റ് എടുത്തിട്ടുള്ളൂ. 40,000 രൂപയും ഇക്വിറ്റി ആണെന്ന് കരുതുക. ആ സിറ്റുവേഷൻ സെയിം പ്രോഫിറ്റില്. അപ്പൊ 5,000 രൂപ എന്താണ് ലാഭം? ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. 1,000 രൂപ ഇൻട്രസ്റ്റ്. 4,000 രൂപ എത്രയാണ്? ഏർണിംഗ് ബിഫോർ ടാക്സ്. ടാക്സ് എത്രയാണ്? 2,000, 50% ആണ്. സോ 2,000 രൂപ പ്രോഫിറ്റ് അവൈലബിൾ ആണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്. എത്ര ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്? 4,000 പേരുണ്ട്. ഒരാൾക്ക് എത്ര കിട്ടി? 50 പൈസ. അതായത് ഈ ഒരു 5,000 രൂപ ലാഭം ഉണ്ടാക്കുന്ന സമയത്ത് ഈ കമ്പനി 40,000 രൂപ ഇക്വിറ്റി ആക്കിയാലും 40,000 രൂപ ഡെറ്റ് ആക്കിയാലും ഈ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ അവർക്ക് എന്താണ്? ഏർണിംഗ് പെർ ഷെയറിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല. ഇനി ഇത് ഇൻഡിഫറൻറ്റ് പോയിന്റ് ആണ്. ഇതാണ് ഇൻഡിഫറൻറ്റ് പോയിന്റ്. ഇവിടെ നിന്ന് നമ്മൾ 12,500 പോയി എന്ന് കണക്കാക്കുക. എത്രയാണ് ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്? ഫസ്റ്റ് പ്ലാനിലെ 12,500 ആണ്. ഇൻട്രസ്റ്റ് ഓൺ ഡെറ്റ് എത്രയാണ്? 4,000 ആണ്. ഏർണിംഗ് ബിഫോർ ടാക്സ് എത്രയാണ്? അപ്പോ 12,500 മൈനസ് 4,000, 8,500. അതിൽ ടാക്സ് എത്രയാണ്? 50%, 4,250. ഏർണിംഗ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എത്രയാണ്? 4,250. എത്ര ഷെയർ ആണുള്ളത്? 1,000 ഷെയർ. അപ്പൊ എത്രയാണ് EPS? 4.25. അതായത് 12,500 ലാഭം ഉണ്ടാക്കുന്ന ഒരു കമ്പനി 40,000 ഡെറ്റ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ, 50,000 ക്യാപിറ്റലില് 40,000 ഡെറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ 4.25 EPS അവർക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നു. എന്നാൽ തിരിച്ച് അതേ ലാഭം 12,500 ലാഭം ഉണ്ടാക്കുന്ന ഒരു കമ്പനി അവരുടെ ഇൻട്രസ്റ്റ് എത്രയാണ്? 10%. അതായത് 10,000 ഡെറ്റും 40,000 ഇക്വിറ്റിയും ആണെന്നുണ്ടെങ്കിൽ ഏർണിംഗ് ബിഫോർ ടാക്സ് എത്രയാണ്? 11,500. ദെൻ ടാക്സ് എത്രയാണ്? 50%. ദെൻ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് എത്രയാണ്? 4,000. സോ അവർ ഏർണിംഗ് പെർ ഷെയർ എത്രയാണ്? 1.44. അപ്പൊ നമുക്ക് എന്താ മനസ്സിലാക്കിയത്? അവരുടെ ഏർണിംഗ് ബിഫോർ ടാക്സ് എന്താണ്? ക്യാപിറ്റൽ സ്ട്രക്ചർ മാറുന്നതനുസരിച്ചിട്ട്
ഡെറ്റിന്റെ കമ്പോണന്റ് കൂടുമ്പോൾ എന്ത് മാറുന്നു? അവരുടെ ഏണിംഗ് പെർ ഷെയർ വർദ്ധിക്കുന്നു. ഡെറ്റിന്റെ കമ്പോണന്റ് കുറയുമ്പോൾ ഏണിംഗ് പെർ ഷെയർ കുറയുന്നു. പ്രോഫിറ്റ് കൂടുമ്പോൾ. അപ്പോൾ ഇവിടെ എന്താ മനസ്സിലാക്കിയേ? മോർ ഡെറ്റ് ഒരു ഇൻഡിഫറൻറ്റ് പോയിന്റിന്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ മോർ ഡെറ്റ്, കൂടുതൽ ഡെപ്റ്റ് എന്താണ്? കമ്പനിയുടെ പ്രോഫിറ്റ് വർദ്ധിക്കുന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും? ഈ കൂടുതൽ EPS കൊണ്ടുവരുമെന്ന് നമുക്ക് ഈ പ്രോബ്ലത്തിന് മനസ്സിലായി. ഇനി ഓപ്പറേറ്റിംഗ് ലിവറേജും ഫിനാൻഷ്യൽ ലിവറേജും തമ്മിലുള്ള മാറ്റം എന്താണ്? ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ടതാണ്. ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറഞ്ഞാൽ ഫിനാൻസിങ് ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ഒരു കമ്പനി ഒരേ സാധനം കൂടുതൽ ഉണ്ടാക്കണോ കുറച്ചുണ്ടാക്കണോ എന്ന തീരുമാനമാണ് ഓപ്പറേറ്റിംഗ് ലിവറേജിൽ എടുക്കുന്നതെങ്കിൽ ഇതുണ്ടാക്കാനുള്ള ക്യാപിറ്റൽ സ്വന്തമായിട്ട് കൊണ്ടുവരണോ ഡെറ്റ് വെച്ച് കൊണ്ടുവരണോ, അതുവഴി കമ്പനിക്ക് ലാഭം ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഫിനാൻഷ്യൽ ലിവറേജിൽ പറയുന്നത്. ഓപ്പറേറ്റിംഗ് ലിവറേജിൽ എന്താണ്? ഫിക്സഡ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ്, കൺസിസ്റ്റ് ഓഫ് ഫിക്സഡ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ് ഓപ്പറേറ്റിംഗ് ലിവറേജിൽ ഉള്ളതെങ്കിൽ ഫിക്സഡ് ഫിനാൻഷ്യൽ എക്സ്പെൻസസ് ആണ് ഏതിലുള്ളത്? ഫിനാൻഷ്യൽ ലിവറേജിലുള്ളത്. ദെൻ ഒരു കമ്പനിക്ക് ഫിക്സഡ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് എന്തിൽ പറയുന്നത്? ഓപ്പറേറ്റിംഗ് ലിവറേജിൽ പറയുന്നതെങ്കിൽ ഫിക്സഡ് ഫിനാൻഷ്യൽ കോസ്റ്റ് ഉപയോഗിക്കാൻ എങ്ങനെ സാധിക്കും, അതിന്റെ എബിലിറ്റിയാണ് ഫിനാൻഷ്യൽ ലിവറേജിൽ പറയുന്നത്. ഓപ്പറേറ്റിംഗ് ലിവറേജ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ് ഓപ്പറേറ്റിംഗ് ലിവറേജ് എങ്കിൽ ഏണിംഗ് ബിഫോർ ടാക്സ് ഡിവൈഡഡ് ബൈ ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ഏണിംഗ് ബിഫോർ ടാക്സ്. ഓപ്പറേറ്റിംഗ് ലിവറേജ് ഡിവൈഡഡ് ബൈ ഏണിംഗ് ബിഫോർ ടാക്സ് ആണ് എന്ത്? ഫിനാൻഷ്യൽ ലിവറേജ്. The percentage of change in profit resulting from a percentage of sales. ഒരു എന്താണ്? ഒരു യൂണിറ്റ് സെയിൽസ് കൂടുമ്പോൾ എത്രമാത്രം പ്രോഫിറ്റ് കൂടുന്നു എന്നുള്ളതാണ് ഓപ്പറേറ്റിംഗ് ലിവറേജ് എങ്കിൽ നമ്മൾ ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സിൽ ഉണ്ടാകുന്ന മാറ്റം എങ്ങനെയാണ് ടാക്സബിൾ പ്രോഫിറ്റിൽ മാറ്റം ഉണ്ടാക്കുന്നത് എന്നതാണ് ഫിനാൻഷ്യൽ ലിവറേജിൽ പറയുന്നത്. ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി, ഓപ്പറേറ്റിംഗ് ലിവറേജ് ഉപയോഗിച്ചുകൊണ്ട് കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ ഫിനാൻഷ്യൽ ലിവറേജ് ഉപയോഗിച്ചുകൊണ്ട് കമ്പനിയുടെ ഷെയർ ക്യാപിറ്റലിൽ ട്രേഡ് ചെയ്യാൻ സാധിക്കും. കാരണം എന്താണ്? പ്രോഫിറ്റ് വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓപ്പറേറ്റിംഗ് ലിവറേജ് ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും ബേസ് ചെയ്തിട്ടാണ് ഓപ്പറേറ്റിംഗ് ലിവറേജ് ഉള്ളതെങ്കിൽ ഫിനാൻഷ്യൽ ലിവറേജ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും ഫിക്സഡ് കോസ്റ്റുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ്. ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റുമാണ് ഓപ്പറേറ്റിംഗ് ലിവറേജിന്റെ കമ്പോണന്റ് എങ്കിൽ ദെൻ ഫിനാൻഷ്യൽ ലിവറേജിന്റെ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ഫിനാൻഷ്യൽ കോസ്റ്റും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റുമാണ്. ദെൻ ടാക്സ് റേറ്റും ഇൻട്രസ്റ്റും എന്താണ്? ഓപ്പറേറ്റിംഗ് ലിവറേജിനെ ബാധിക്കില്ല. പക്ഷേ ഇൻട്രസ്റ്റ് എന്തിനെ ബാധിക്കും? ഈ ഫിനാൻഷ്യൽ ലിവറേജിനെ ബാധിച്ചേക്കാം. ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ് എന്താണ്? ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ നോ പ്രോഫിറ്റ് നോ ലോസ് പോയിന്റ്. ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ് ഇറ്റ് ഈസ് ദ ലെവൽ ഓഫ് EBIT വിച്ച് കവർ ഓൾ ഫിക്സഡ് ഫിനാൻസിങ് കോസ്റ്റ് ഓഫ് ദ കമ്പനി. ഇറ്റ് ഈസ് ദ ലെവൽ ഓഫ് EBIT അറ്റ് വിച്ച് EPS is 0. ഏത് EBITയിലാണ് EPS 0 ആയിരിക്കുന്നത്? ഏത് EBITയിലാണ് EPS 0 ആവുക? ഇൻട്രസ്റ്റ് ഈസ് ഇക്വൽ ടു EB അല്ലെ, എന്ത് പ്രോഫിറ്റ്. അതാണ് എന്ത് പറയുന്നത്? അതാണല്ലോ എത്ര ഇൻട്രസ്റ്റ് ഉണ്ട്, എത്ര ബോറോയ് എന്താണ് EBIT ഉണ്ട്. രണ്ടും സെയിം ആണെങ്കിൽ എന്താണ്? 0 പ്രോഫിറ്റ് ഉണ്ടാകും. അവിടെ എന്താണ്? EPS എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ഇറ്റ് ഈസ് എ ലെവൽ ഓഫ് EBIT അറ്റ് വിച്ച് ദ EPS is 0. ഏത് EBITയിലാണ് ഏർണിംഗ് പെർ ഷെയർ 0 ആയിരിക്കുന്നത്? ദെൻ ഈ ഫിക്സഡ് ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ് ഈസ് ഇക്വൽ ടു ഇൻട്രസ്റ്റ് പ്ലസ് പ്രിഫറൻസ് ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ 1 - T. അതായത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ 0 ആയിട്ട് വരണം. എന്നാൽ എന്തായി? അതായത് ഇൻട്രസ്റ്റ് പ്ലസ് പ്രിഫറൻസ് ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ 1 - T, 1 - ടാക്സ്. അത് നമുക്ക് എന്തായിട്ട് കിട്ടണം? 0 ആയിട്ട് കിട്ടണം. അപ്പോൾ എന്തായി? ഏർണിംഗ് പെർ ഷെയർ 0 ആയി. അത് ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയാം. നമുക്ക് ഈ ഒരു കണക്ക് ചെയ്യാം. ABC ലിമിറ്റഡിന് താഴെ പറയുന്ന ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ ഉണ്ട്. ഒരു ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ് ആണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഇക്വിറ്റി ഷെയർ 5 ലക്ഷം രൂപ, പ്രിഫറൻസ് ഷെയർ 5 ലക്ഷം രൂപ, 12% പ്രിഫറൻസ് ഷെയർ, 10% ഡിബഞ്ചർ 10 ലക്ഷം രൂപ, ടാക്സ് റേറ്റ് 40%. ഫിക്സഡ് എന്താണ്? ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ് ഈസ് ഇക്വൽ ടു ഇൻട്രസ്റ്റ് പ്ലസ് പ്രിഫറൻസ് ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ 1 - ടാക്സ് റേറ്റ്. അങ്ങനെയല്ലേ പറഞ്ഞേ? ഇൻട്രസ്റ്റ് എത്രയാ? നമുക്ക് ഇൻട്രസ്റ്റ് 10 ലക്ഷം രൂപയാണ് ഡിബഞ്ചറിനുള്ളത്. അപ്പോൾ 10% 1 ലക്ഷം രൂപ. 1 ലക്ഷം പ്ലസ് എത്രയാണ് പ്രിഫറൻസ് ഡിവിഡൻഡ്? പ്രിഫറൻസ് ഡിവിഡൻഡ് 12% എത്ര മുകളിൽ? 5 ലക്ഷത്തിന് മുകളിൽ 5 ലക്ഷത്തിന് മുകളിൽ 60,000 കേട്ടോ. 60,000 ഇവിടെ 5 ലക്ഷമാണ് തന്നിട്ടുള്ളത്. 60,000 6 ലക്ഷമാണ് തന്നിട്ടുള്ളത്. ശ്രദ്ധിക്കണം, തെറ്റില്ല, പറയാം. കണക്കിൽ തന്നിരിക്കുന്നത് 5 ലക്ഷമാണ് പ്രിഫറൻസ് ഷെയർ.
ഇൻട്രസ്റ്റ് 12% ഒരിക്കലും എന്താവില്ല, 60 ലക്ഷം ആവില്ല, അല്ലെങ്കിൽ 6 ലക്ഷം ആവില്ല. 6 ലക്ഷം ആവോ? ഇല്ല. അപ്പോൾ ഈ ഡിബഞ്ചറിനെ, പ്രിഫറൻസ് ഷെയറിനെ നിങ്ങൾ എന്ത് മാറ്റണം? 50 ലക്ഷം ആക്കിയിട്ട് മാറ്റുക. നമുക്ക് ഈ പ്രോബ്ലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് പറയണത് കേട്ടോ. അല്ലെങ്കിൽ ഈ ആൻസർ മൊത്തം തെറ്റും, അല്ലെങ്കിൽ ഏതെങ്കിലും ചെയ്ത് മൊത്തം ആൻസർ മാറ്റണം, അല്ലെങ്കിൽ ഒരൊറ്റ ഫിഗർ മാറ്റിയാൽ മതി. പ്രിഫറൻസ് ഷെയർ അങ്ങ് മാറ്റുക. പ്രിഫറൻസ് ഷെയർ എത്രയാണ്? 50 ലക്ഷമായി കണക്കാക്കുക. ഓക്കെ, അപ്പൊ എത്രയായി? 1 ലക്ഷം പ്ലസ് 6 ലക്ഷം ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.4 അല്ലെ? അതാണ് ടാക്സ്, 1 മൈനസ് ടാക്സ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് 1 ലക്ഷം പ്ലസ് 6 ലക്ഷം ബൈ 0.6 കിട്ടും. ഒന്ന് കാൽക്കുലേറ്റ് നോക്കി നോക്കിയേ. ഒരു ലക്ഷം പ്ലസ് 6 ലക്ഷം ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാക്സ് 0.6. ശരിയാവുണ്ടോ? 11 ലക്ഷം കിട്ടുന്നുണ്ടോ? അപ്പൊ 11 ലക്ഷം രൂപയാണ് നിങ്ങളുടെ ബ്രേക്ക് ഇവൻ പോയിന്റ്. 11 ലക്ഷം രൂപ നിങ്ങൾക്ക് എന്താണ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അത് നിങ്ങളുടെ കമ്പനിയിൽ എന്തില്ല? നിങ്ങളുടെ കമ്പനിയിൽ EPS ഉണ്ടാവില്ല. EPS 0 ആയിരിക്കും. ഇനി EPS നമുക്ക് എങ്ങനെയാണ് കണക്കാക്കുക? നമ്മൾ ഒന്നും കൂടി നമുക്ക് നോക്കുകയാണ്. EBIT എത്രയാണ്? നമുക്ക് 11 ലക്ഷം രൂപ. നമുക്ക് തിരിച്ച് കണക്ക് ശരിയാണോന്ന് അറിയണ്ടേ? ഈ ഉത്തരം ശരിയാണോന്ന് അറിയണം. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഏത് EBITയിലാണോ നിങ്ങളുടെ EPS 0 ആയിരിക്കുന്നത് അതിനെയാണ് ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ എത്രയാണ് നിങ്ങൾക്ക് EBIT കിട്ടിയേ? 11 ലക്ഷം രൂപ അല്ലെ? 11 ലക്ഷം രൂപ കിട്ടി. എത്രയായി ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്? 1 ലക്ഷം രൂപ. അപ്പൊ എത്രയായി? 10 ലക്ഷം രൂപ. എത്രയാ അതിന്റെ ടാക്സ്? 4 ലക്ഷം രൂപ. എത്രയാണ് എന്താണ് ആഫ്റ്റർ ടാക്സ്? എത്രയാണ്? 6 ലക്ഷം രൂപ നമുക്ക് ആഫ്റ്റർ ടാക്സ് പ്രോഫിറ്റ് ഉണ്ട്. ഡിവിഡന്റ് ടാക്സ് കഴിഞ്ഞിട്ടല്ലേ കൊടുക്കുക? എത്ര ഡിവിഡന്റ് കൊടുക്കേണ്ടത്? 6 ലക്ഷം രൂപ. അപ്പൊ 6 ലക്ഷം പ്രോഫിറ്റ് 6 ലക്ഷം ഡിവിഡന്റും കൊടുത്താൽ പിന്നെ എത്രയുണ്ട് പ്രോഫിറ്റ്? 0 ആണ്. സെക്യൂരിറ്റി ഷെയർ ഹോൾഡേഴ്സിന് വലിയ പൈസ ഉണ്ടോ? ഇല്ല, 0 കേട്ടോ. ക്ലിയർ ആണേ? പ്രിഫറൻസ് ഡിവിഡന്റ് ടാക്സ് കൊടുത്ത് കിട്ടുന്ന പ്രോഫിറ്റിന് മുകളിൽ, ഡിവിഡന്റുകളെല്ലാം ടാക്സ് കൊടുത്ത പ്രോഫിറ്റിന് മുകളിലാണ്. ഇൻട്രസ്റ്റുകളൊക്കെ ടാക്സിന്റെ മുമ്പാണ്. അതാണ് ഇത് കണക്കാക്കേണ്ടത്. ഇൻഡിഫറൻറ്റ് പോയിന്റ്. ഇൻഡിഫറൻസ് പോയിന്റ് എന്താ? മനസ്സിലായോ ശരണിക്ക്? ഐഡിയ കിട്ടുന്നില്ലേ? ഇൻഡിഫറൻസ് പോയിന്റ് എന്താണ്? It is a point at which different sets of debt ratios, percentage of debt to total capital employed in the company, gives the same EPS. Indifference level is level EBIT beyond which the benefits of financial leverage began to operate. Indifferent point നിങ്ങൾക്ക് അറിയില്ലേ? നമ്മൾ ആ കണക്ക് ഓർമ്മയുണ്ടല്ലോ? നമ്മുടെ കണക്കിലെ ഒരു പെർട്ടിക്കുലർ ലെവൽ എന്താണ്? എല്ലായിടത്തും 6 ആയിരുന്നു. എന്ത്? ഏണിംഗ് പെർ ഷെയർ. അതായത് എന്താണ്? അതിൽ ഡെറ്റ് കൂട്ടിയാലും കൂട്ടിയില്ലെങ്കിലും ഏണിംഗ് പെർ ഷെയർ എന്തായി? 6 ആയി. 100% ക്യാപിറ്റൽ ആണെങ്കിലും 75% ഡെറ്റ് ആണെങ്കിലും അതിന്റെ ഏണിംഗ് പെർ ഷെയർ എന്താണ്? 6 ആയിരുന്നു. അത് സെയിം ആയിരുന്നു. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഡിഫറൻറ്റ് പോയിന്റ്. അതായത് ലോൺ എടുത്താലും കുഴപ്പമില്ല, ലോൺ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, EPS ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ഈ ഇൻഡിഫറൻറ്റ് പോയിന്റിന്റെ മുകളിലേക്ക് നിങ്ങൾക്ക് പ്രോഫിറ്റ് വർദ്ധിപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ എന്തുണ്ടാകും? നിങ്ങൾക്ക് EPS വളരെയധികം കൂടാൻ സാധിക്കും. ഇൻഡിഫറൻറ്റ് പോയിന്റ് എന്തിനാ കണ്ടുപിടിക്കുന്നത്? ഏതുവരെയാണ് EPSലെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാതിരിക്കുക, അല്ലെങ്കിൽ ഏതുവരെയാണ് EPSലെ മാറ്റം ഒരു മാറ്റവും ഉണ്ടാകാതിരിക്കുക. ഏത് ക്യാപിറ്റൽ സ്ട്രക്ചർ ഉപയോഗിച്ചാലും ഒരു മാറ്റവും ഉണ്ടാകാതിരിക്കുക. അതിന് ഇൻഡിഫറൻറ്റ് പോയിന്റ് എന്ന് പറയുന്നു. ഇൻഡിഫറൻറ്റ് പോയിന്റിന്റെ മുകളിലേക്ക് പോകുന്ന സമയത്ത്, അതായത് പ്രോഫിറ്റ് കൂടുന്നു, ക്യാപിറ്റൽ സ്ട്രക്ചർ മാറുന്നതനുസരിച്ച് പ്രോഫിറ്റ് വർദ്ധിക്കുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? അതിന്റെ EPS വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. സോ ഇൻഡിഫറൻസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ആ പോയിന്റിന്റെ മുകളിലാണ് എന്തുണ്ടാവുക? ഈ ഫിനാൻഷ്യൽ ലിവറേജിന്റെ ബെനിഫിറ്റ് കമ്പനിക്ക് കിട്ടാൻ ശ്രമിക്കുക. ഇൻ അതർ വേർഡ്സ്, ഇഫ് ദ എക്സ്പെക്ടഡ് ലെവൽ ഓഫ് EBIT exceed the indifference level of EBIT, the use of fixed charge source debt would be favorable from the point of view of EPS. അപ്പൊ അങ്ങനെ എന്താണ്? ഒരു പർട്ടിക്കുലർ ഇൻഡിഫറൻറ്റ് പോയിന്റിന്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് കൊടുക്കുന്ന ക്യാപിറ്റൽ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ലാഭം വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ EPS വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. On the other hand, if the expected level of EBIT is less than the indifference point, നിങ്ങളുടെ എന്താണ് ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എക്സ്പെക്ടഡ് ലെവൽ ഓഫ് EBIT-ക്കാട്ടിലും താഴെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ മാറ്റിയിട്ട് ഒരു ഗുണവും ഉണ്ടാവില്ല. നിങ്ങളുടെ EPS എന്ത് ചെയ്യില്ല? വർദ്ധിക്കില്ല എന്നും നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പൊ ഇൻഡിഫറൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 10,000 രൂപ പ്രോഫിറ്റ് ആയിരുന്നു അവിടെ. ആ 10,000 രൂപ പ്രോഫിറ്റിൽ നിന്നും മുകളിലേക്ക് വരുന്നതനുസരിച്ച് എന്തുണ്ടാകും? നിങ്ങളുടെ ഏർണിംഗ് പെർ ഷെയർ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതിന്റെ താഴെയാണെങ്കിൽ ഏർണിംഗ് പെർ ഷെയർ കമ്പാരിറ്റീവ്ലി കുറഞ്ഞുകൊണ്ടിരിക്കും.
So indifference point between two financial plans can be calculated by using the following formula. ഒരു രണ്ട് ഫിനാൻഷ്യൽ പ്ലാൻ ഉണ്ടെങ്കിൽ അതിൽ ഇൻഡിഫറൻറ്റ് പോയിന്റ് എങ്ങനെയാണ് കണക്കാക്കുന്നത് എന്നാണ്. EBIT മൈനസ് ഇൻട്രസ്റ്റ് ഇൻറ്റു 1 മൈനസ് ടാക്സ് മൈനസ് പ്രിഫറൻസ് ഡിവിഡൻഡ് ഇൻറ്റു 1 പ്ലസ് ടി. ഡിവിഡൻഡിന് എന്തിനാണ് 1 പ്ലസ് ടി എന്ന് മനസ്സിലായല്ലോ. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ഇൻട്രസ്റ്റ് എന്താ 1 മൈനസ് ടി എന്ന് പറയുന്നത്? ഇൻട്രസ്റ്റ് ടാക്സ് ഡിഡക്റ്റബിൾ ആണ്. ടാക്സ് കമ്പോണന്റ് നമുക്ക് അതിന് കുറയ്ക്കാവുന്നതാണ്. അതേസമയം ഇതിൽ എന്താ ഉണ്ടാവുക? ടാക്സ് കമ്പോണന്റ് കൂട്ടേണ്ടതാണ്. 1 പ്ലസ് ടാക്സ് ആണ്. എല്ലാ ഡിവിഡൻഡിനും 1 പ്ലസ് ടി ആണ് വരിക. ടാക്സ് കൂട്ടുകയാണ് ചെയ്യുക. അതേസമയം 1 മൈനസ് ടി ആണ് ഇത് വരിക കേട്ടോ. So is it divided by number of equity shares in plan A is equal to EBIT minus interest into 1 minus T minus preference dividend into 1 plus T divided by number of equity shares in plan B. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? രണ്ട് EPSും സെയിം ആണെങ്കിൽ നമുക്ക് ഇൻഡിഫറൻറ്റ് പോയിന്റ് ആയി അതിന്റെ മുകളിലേക്ക് വളർത്താൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കാം? പ്രോഫിറ്റ് വർദ്ധിക്കും, അല്ലെ EPS വർദ്ധിക്കും. നമുക്ക് നോക്കാം. ഇല്ലസ്ട്രേഷൻ 9. ഒരു പുതിയ പ്രൊജക്ട് ഉണ്ട് നിങ്ങളുടെ കമ്പനിയിൽ. അതിന് ക്യാപിറ്റൽ ഔട്ട്ലേ എത്രയാണ്? 400 ലക്ഷമാണ്. 4 കോടി രൂപയാണ്. ദ റിക്വയർഡ് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഒന്ന് ഫുൾ ആയിട്ടും ഇക്വിറ്റി ഷെയർസ് വെച്ചിട്ട് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർസ് പകുതിയും ഡെറ്റ് പകുതിയുമാക്കുന്നു. അസ്യൂമിങ് ദ റേറ്റ് ഓഫ് ടാക്സ്. ടാക്സ് എത്രയാണ്? 40%. കാൽക്കുലേറ്റ് ദ EBIT ദാറ്റ് വുഡ് കീപ് ദ ഇക്വിറ്റി ഇൻവെസ്റ്റേഴ്സ് ഇൻ ഡിഫറൻസ് ടു 2 ഓപ്ഷൻസ്. ഇതിന്റെ ഇൻഡിഫറൻറ്റ് പോയിന്റ് കണ്ടുപിടിക്കും. ഇക്വിറ്റി ആദ്യത്തെ കേസ് പ്ലാൻ എങ്ങനെയാണ്? 100% ഇക്വിറ്റിയാണ്. 100% ഇക്വിറ്റി ആണെങ്കിൽ എത്രയാണ്? ഡെറ്റ് എത്രയാണ്? നില്ലാണ്. സോ ടോട്ടൽ ക്യാപിറ്റൽ എത്രയാണ്? 400 ലക്ഷം. നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് എത്രയാണ്? 4 ലക്ഷം. സോ ലെറ്റ് us assume the indifferent level is x. ഇൻഡിഫറൻറ്റ് ലെവൽ x ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തെ കേസിൽ എങ്ങനെ ഉണ്ടാവുക? ആദ്യത്തെ കേസ് മനസ്സിലാക്കൂ. എക്സ് ആണ് ഇൻഡിഫറൻറ്റ് പോയിന്റ്. നമുക്ക് അറിയില്ലല്ലോ ഇൻഡിഫറൻറ്റ് പോയിന്റ്, അറിയോ? ഇല്ല. EBIT നമുക്ക് ഇൻഡിഫറൻറ്റ് പോയിന്റ് പറഞ്ഞതാണ് ഇൻഡിഫറൻറ്റ് EBIT അല്ലേ? അപ്പൊ എക്സ് മൈനസ് 0. ആദ്യത്തിൽ എന്താണ്? ഇൻട്രസ്റ്റ് ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾക്ക് x മൈനസ് 0 ഇൻറ്റു 1 മൈനസ് ടാക്സ്. പ്രിഫറൻസ് ഷെയർ ഉണ്ടോ? ഇല്ല, 0. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. -0. പ്രിഫറൻസ് ഷെയർ ഇല്ല. അപ്പൊ ആ ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. -0 ഡിവൈഡഡ് ബൈ 4 ലക്ഷം. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? എക്സ് മൈനസ് 30 ലക്ഷം. കറക്റ്റ് ആണോ? എക്സ് മൈനസ് ആണോ? 30 ലക്ഷം എങ്ങനെ വന്ന്? അല്ല സോറി, അത് രണ്ടാമത്തെയാണ്. രണ്ടാമത്തെ നോക്കൂ. 20 ലക്ഷം, 2 കോടി ഡെറ്റ്, 2 കോടി ക്യാപിറ്റല്, 4 കോടി, ദെൻ 2 ലക്ഷം എന്താണ്? ഇക്വിറ്റി ഷെയർ. അപ്പൊ നമ്മൾ അടുത്ത എങ്ങനെ അപ്ലൈ ചെയ്യാ? എക്സ് മൈനസ് ഡെറ്റ് ഉണ്ടോ? അവിടെ ഡെറ്റ് ഉണ്ട്. എത്രയാണ് അതിന്റെ ഇൻട്രസ്റ്റ്? 15%. എക്സ് മൈനസ് 30 ലക്ഷം ഇൻറ്റു 1 മൈനസ് ടാക്സ് മൈനസ് 0. പ്രിഫറൻസ് ഷെയർ ഇല്ല. ഡിവൈഡഡ് ബൈ, അല്ലെങ്കിൽ എന്താവേണ്ടത്? പ്രിഫറൻസ് ഡിവിഡൻഡ് ഇൻറ്റു 1 പ്ലസ് ടാക്സ് കേട്ടോ. അവിടെ പ്രിഫറൻസ് ഡിവിഡൻഡ് ഉണ്ടായിരുന്നു വെച്ചാൽ 0ത്തെ സ്ഥലത്ത് എന്ത് വരും? പ്രിഫറൻസ് ഡിവിഡൻഡ് ഇൻറ്റു 1 പ്ലസ് ടാക്സ് വരും. ഡിവൈഡഡ് ബൈ എന്താണ്? 2 ലക്ഷം. എന്താണ് 2 ലക്ഷം? നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ അപ്ലൈ ചെയ്യും. ആദ്യത്തെ ഇക്വേഷൻ എന്താണ്? എക്സ് മൈനസ് 0 ഇൻറ്റു 1 മൈനസ് 0.4 മൈനസ് 0. അപ്പൊ എന്ത് പറ്റി? 0.6x കിട്ടിയ കറക്റ്റ് ആണോ? 0.6x. എക്സ് മൈനസ് 0 എക്സ്, 1 മൈനസ് 4 0.6. അപ്പൊ എന്ത് കിട്ടി? 0.6x കിട്ടി അല്ലേ? 0.6x ഡിവൈഡഡ് ബൈ 4 ലക്ഷം ദെൻ ഈസ് ഈക്വൽ ടു 0.6x മൈനസ് 18 ലക്ഷം. മൾട്ടിപ്ലൈ ചെയ്യാണ് നമ്മൾ ചെയ്യണത്. ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ആദ്യം നമ്മൾ എന്താ ചെയ്തു? ബ്രാക്കറ്റിൽ ചെയ്തു. 1 മൈനസ് 0.4 കിട്ടി, 0.6 കിട്ടി. അപ്പൊ അതിനെ മറ്റേ ബ്രാക്കറ്റിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. 0.6x മൈനസ് 18 ലക്ഷം ഡിവൈഡഡ് ബൈ 2 ലക്ഷം. അപ്പൊ 0.6x ഇസ് ഈക്വൽ ടു 4 ലക്ഷം ഡിവൈഡഡ് ബൈ 1 ആദ്യത്തെ ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ 0.6x മൈനസ് 18 lakhs ഡിവൈഡഡ് ബൈ 2 ലക്ഷം. അത് കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. സിമ്പിൾ ആയിട്ട് ഉത്തരം കിട്ടും. 0.6x ഇസ് ഈക്വൽ ടു 1.2x മൈനസ് 36 ലക്ഷം. 36 ലക്ഷം ഈസ് ഈക്വൽ ടു ദെൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ ചെയ്യണേ. അപ്പൊ എന്ത് കിട്ടി? നമുക്ക് 60 ലക്ഷം. സോ EPS 60 ലക്ഷം EBIT വരികയാണെങ്കിൽ എന്ത് കിട്ടും? ആ EPS 0 ആയിട്ട് മാറും. ഇതാ ബാക്കിയുള്ള കാൽക്കുലേഷൻ. അത് നോക്കി കാൽക്കുലേറ്റ് ചെയ്താൽ വേറെ ഒന്നും ചെയ്യാനില്ല.
സോ 60 ലക്ഷം EBIT ആണെങ്കിൽ നമുക്ക് എന്താണ് EPS 0. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, ഇനി ഈ ഒരു ലെവലിൽ നിങ്ങൾക്ക് മുമ്പിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, കണക്ക് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളുടെ നോളജ് വെച്ചിട്ട് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ കറക്റ്റായിട്ട് അതിനെ കണക്കാക്കാൻ അറിയണം. ഇനി അറിയില്ല എന്ന് കൂട്ടാൻ അവിടെ നിർത്തിയേക്കണം, കണക്ക് അവിടെ നിർത്തിയേക്കണം, അതുവരെ ചെയ്യണം. മനസ്സിലാവുണ്ടോ? അത് വെട്ടിവെക്കരുത്, അതുവരെ ചെയ്തിട്ട് പോരണം. അതിന് പകുതി മാർക്ക് തരുമവര്. ഫൈനൽ ആൻസറിന് മാത്രമല്ല മാർക്ക് തരുള്ളൂ, നിങ്ങളുടെ സ്റ്റെപ്പിന് മാർക്ക് തരും. അവിടുന്ന് അങ്ങോട്ട് മാത്തമാറ്റിക്കലി നിങ്ങൾക്ക് കണക്കാക്കാൻ അറിയില്ലെങ്കിലും അതുവരെയുള്ള സ്റ്റെപ്പ് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അതിന് മാർക്കുണ്ട്. അപ്പൊ അത് ചെയ്യാതിരിക്കരുത്. ഇവിടെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല കേട്ടോ ഞാൻ ഈ പറഞ്ഞേ, 60 ലക്ഷം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല പറഞ്ഞ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ ചെയ്യാൻ പറ്റും. ദെൻ EBIT എത്ര കിട്ടിയ? 60 ലക്ഷം കിട്ടി. രണ്ട് നോക്കാം. ആദ്യത്തെ ലെവൽ 60 ലക്ഷം എന്താണ്? ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ്. 100% ഇക്വിറ്റി ആണ്, നില്ലാണ്. അപ്പൊ ഏണിംഗ് ബിഫോർ ടാക്സ് എത്രയാണ്? 60 ലക്ഷം. എത്രയാ ടാക്സ്? 40%, 24 ലക്ഷം. എത്രയാ ഏണിംഗ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്? 36 ലക്ഷം. നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എത്രയാണ്? 4 ലക്ഷം. എത്രയാണ് അതിന്റെ EPS? 9 EPS കിട്ടിയത്. അതേസമയം രണ്ടാമത്തേല് എന്താണ്? 50% ഇക്വിറ്റിയും 50% ഡെറ്റും ആണ്. 60 ലക്ഷം EBIT ആണ്. 60 ലക്ഷം EBIT മൈനസ് എന്താണ്? 30 ലക്ഷം അതിന്റെ ഇൻട്രസ്റ്റ് കൊടുത്തു. 30 ലക്ഷം നമുക്ക് എന്ത് കിട്ടി? ഏണിംഗ് ബിഫോർ ടാക്സ് കിട്ടി. 12 ലക്ഷം 40% നമ്മൾ എന്ത് കൊടുത്തു? ടാക്സ് കൊടുത്തു. 12 ലക്ഷം ടോട്ടൽ 18 ലക്ഷം രൂപ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് എന്താണ്? ഏണിംഗ് അവൈലബിൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് കിട്ടി. ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് അടിച്ചു. അപ്പൊ എത്ര കിട്ടി നമുക്ക്? 9 കിട്ടി. അപ്പൊ എന്താണ്? ഇൻഡിഫറൻറ്റ് പോയിന്റ്. ഇത് ഡെറ്റ് വാങ്ങിയാലും കുഴപ്പമില്ല, ഡെറ്റ് വാങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല, അതാണ് ഇൻഡിഫറൻറ്റ് പോയിന്റ്. 60 ലക്ഷം പ്രോഫിറ്റിന്റെ കാട്ടിലും കൂടുതൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണമെങ്കിൽ കൂടുതൽ ഡെറ്റ് വാങ്ങിക്കോളൂ. 60 ലക്ഷമോ അതിൽ താഴെയാണ് നിങ്ങൾ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഡെറ്റ് വാങ്ങണ്ട എന്ന് തന്നെ ആര് പറയും? ഷെയർ ഹോൾഡേഴ്സ് പറയും. കമ്പൈൻഡ് ലിവറേജ്. കമ്പൈൻഡ് ലിവറേജ് എന്താണ്? ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇൻറ്റു financial leverage. So degree of operating leverage into degree of financial leverage ആണ് എന്ത്? combined leverage. The company use both financial leverage and operating leverage to magnification of any change in sales. പല കമ്പനികൾ എന്താ ചെയ്യാം? അവരുടെ ബിസിനസ്സിൽ അവരുടെ ഓപ്പറേറ്റിംഗ് ലിവറേജ് കൂട്ടും. എന്താ ഓപ്പറേറ്റിംഗ് ലിവറേജ്? ഉള്ള ക്യാപിറ്റൽ വെച്ചുകൊണ്ട് കൂടുതൽ സാധനം ഉണ്ടാക്കാൻ ശ്രമിക്കും. അതിനോടൊപ്പം തന്നെ കുറച്ച് ഡെറ്റും കൂടെ കൊണ്ടുവരാൻ ശ്രമിക്കും. ഏതെങ്കിലും ഒരെണ്ണം മാത്രം ചെയ്യുകയാണെങ്കിൽ ഓപ്പറേറ്റിംഗ് ലിവറേജും ഫിനാൻഷ്യൽ ലിവറേജും സെപ്പറേറ്റ് ആയിട്ട് കാണും. ഇത് രണ്ടും ചെയ്യുന്ന കമ്പനികൾ ഉണ്ടാകാം. എന്ത് ചെയ്യും? ഉള്ള കപ്പാസിറ്റി മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നതിന് വേണ്ടി അവരെന്ത് ചെയ്യും? പുറത്തുനിന്ന് ക്യാപിറ്റൽ കൊണ്ടുവരും. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടി എന്ത് ലിവറേജ്? രണ്ട് ഡിസിഷനും കൂടെ എത്രമാത്രം ലിവറേജ് ക്രിയേറ്റ് ചെയ്യണം എന്ന് അറിയണം. മനസ്സിലാവുണ്ടോ ഞാൻ പറയണത്? അതായത് എനിക്ക് 100 ഉഴുന്നുവട ഉണ്ടാക്കണം. ഈ 100 ഉഴുന്നുവട ഉണ്ടാക്കണമെങ്കിൽ ഒരു ചാക്ക് ഉഴുന്നും കൂടെ വാങ്ങണം. ഈ ഒരു ചാക്ക് ഉഴുന്ന് വാങ്ങാൻ എൻ്റെ കയ്യിൽ കാശില്ല. അപ്പൊ ഞാൻ പുറത്തു നിന്ന് കുറച്ച് കടമെടുക്കുന്നു. ആ കടമെടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? എന്റെ ഓപ്പറേറ്റിംഗ് ലിവറേജ് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ കടമെടുത്ത ഉടനെ എന്താ സംഭവിക്കുക? കടമെടുത്താൽ എന്താ ഉടനെ സംഭവിക്കുക? കടമെടുത്താൽ ഫിനാൻഷ്യൽ ലിവറേജ് വർദ്ധിക്കും. കൂടുതൽ ഉഴുന്നുവട ഉണ്ടാക്കിയിരുന്നുണ്ടാവും, ഓപ്പറേറ്റിംഗ് ലിവറേജിൽ മാറ്റം ഉണ്ടാവും. അപ്പൊ ഈ രണ്ട് തീരുമാനവും എത്രമാത്രം പ്രോഫിറ്റ് ഒരുമിച്ച് വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ഡിഗ്രി ഓഫ് കമ്പൈൻഡ് ലിവറേജ്. So combined leverage എന്താന്ന് മനസ്സിലായ? കമ്പൈൻഡ് ലിവറേജ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് ആൻഡ് ഫിനാൻഷ്യൽ ലിവറേജ്. ഒരു കമ്പനി ഒരിക്കലും ഓപ്പറേറ്റിംഗ് ലിവറേജ് ഡിസിഷൻ മാത്രമേ എടുക്കുള്ളൂ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലിവറേജ് ഡിസിഷൻ മാത്രമേ എടുക്കുള്ളൂ നമുക്ക് പറയാൻ പറ്റില്ല. ദേ മേ ടേക്ക് കമ്പൈൻഡ് ഡിസിഷൻസ്. സോ അതിന്റെ കമ്പൈൻഡ് ലിവറേജ് നമ്മൾ കണ്ടെത്തുന്നു. കമ്പൈൻഡ് ലിവറേജ്, ഡിഗ്രി ഓഫ് കമ്പൈൻഡ് ലിവറേജ് എന്നുള്ളതാണ് പറയുന്നത്. ഡിഗ്രി ഓഫ് കമ്പൈൻഡ് ലിവറേജ് ഇസ് ഈക്വൽ ടു ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇൻറ്റു ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ്. എന്താണ്? കോൺട്രിബ്യൂഷൻ ബൈ EBIT ഇൻറ്റു EBIT ഡിവൈഡഡ് ബൈ PBT. അവിടെ ഒരു ഈസിക്കൽ ടു അടിച്ചാൽ മതി. അവിടെ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരൊറ്റ ഡെഫിനിഷൻ ആണോ തോന്നിപ്പോ? അല്ല. ആദ്യം ഓപ്പറേറ്റിംഗ് ലിവറേജ് കണ്ടെത്തുക, അതുകൊണ്ട് എന്ത് മൾട്ടിപ്ലൈ ചെയ്യുക? ഫിനാൻഷ്യൽ ലിവറേജിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അതിനർത്ഥം എന്താണ് ഓപ്പറേറ്റിംഗ് ലിവറേജ്? കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT ഇൻറ്റു ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ഏണിംഗ് ബിഫോർ ടാക്സ്. അപ്പൊ അതിനർത്ഥം എന്താണ്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ കോൺട്രിബ്യൂഷൻ EBIT ക്യാൻസൽ ആയി പോയി. അപ്പൊ എന്താണ്? കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. അതിന് നമുക്ക് എന്ത് പറയാം?
ഡിഗ്രി ഓഫ് കമ്പൈൻഡ് ലിവറേജ് എന്ന് നമുക്ക് പറയാം. മനസ്സിലായില്ലേ? ഡിഗ്രി ഓഫ് കമ്പൈൻഡ് ലിവറേജ് പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ഇൻ EPS ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ഇൻ സെയിൽസ്. കമ്പൈൻഡ് ലിവറേജിന്റെ ഡിഗ്രി ഓഫ് ചേഞ്ച് എത്രയാണ്? പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ഇൻ EPS എന്ത് മാറ്റം ഉണ്ടാകുന്നു ഒരു യൂണിറ്റ് ഓഫ് സെയിൽസ് കൂടുമ്പോൾ. അപ്പൊ അത് നമുക്ക് എന്ത് പറയുന്നില്ല, ഓപ്പറേറ്റിംഗ് ഡിസിഷനോ ഫിനാൻഷ്യൽ ഡിസിഷനോ അല്ല. ഒരു യൂണിറ്റ് സെയിൽസ് കൂടാൻ നിങ്ങൾ എന്തൊക്കെ ഡിസിഷൻ എടുത്തിട്ടുണ്ടാകാം? ഓപ്പറേറ്റിംഗ് ഡിസിഷൻ എടുത്തിട്ടുണ്ടാകാം, ഫിനാൻഷ്യൽ ഡിസിഷൻ എടുത്തിട്ടുണ്ടാകാം. സോ എവറി യൂണിറ്റ് ഓഫ് സെയിൽസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എത്ര ശതമാനം EPS വർദ്ധിക്കുന്നു എന്നാണ് ഡിഗ്രി ഓഫ് കമ്പൈൻഡ് ലിവറേജ്. ഡിഗ്രി ഓഫ് കമ്പൈൻഡ് ലിവറേജ്. അപ്പൊ കമ്പൈൻഡ് ലിവറേജ് കണ്ടെത്താൻ രണ്ട് ഫോർമുലയാണ്. ഒന്ന് കമ്പൈൻഡ് ലിവറേജ് കണ്ടെത്തുകയാണെങ്കിൽ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. അപ്പൊ നമ്മൾ അതിന്റെ ഇടയിൽ ആരാ പോയേ? കോൺട്രിബ്യൂഷൻ താഴെ, ടാക്സിന് ഇൻട്രസ്റ്റ് കൂടി കുറച്ചിട്ടുള്ള പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എടുക്കുക. നമ്മൾ അപ്പുറത്ത് എന്താ ചെയ്തേ? നമ്മൾ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ആണ് നമ്മൾ EPS കണക്കാക്കാൻ എടുത്തത്. അവിടെ ടാക്സ് കുറയ്ക്കാത്ത പ്രോഫിറ്റിനെ കോൺട്രിബ്യൂഷൻ കൊണ്ട്, കോൺട്രിബ്യൂഷനെ ടാക്സ് കുറയ്ക്കാത്ത പ്രോഫിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? കമ്പൈൻഡ് ലിവറേജ്. ഓപ്പറേറ്റിംഗ് ഡിസിഷൻസും എന്താ ഓപ്പറേറ്റിംഗ് ഡിസിഷൻ എന്താണ്? ഓപ്പറേറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു എനിക്കറിയില്ല ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് അല്ലേ നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് ലിവറേജ്. ഫിനാൻഷ്യൽ ലിവറേജ് എന്താ? നെക്സ്റ്റ് സ്റ്റെപ്പ്. വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സും പ്രോഫിറ്റ് ബിഫോർ ടാക്സും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ എന്തായിരിക്കും കമ്പൈൻഡ് ലിവറേജ്? കോൺട്രിബ്യൂഷനും പ്രോഫിറ്റ് ബിഫോർ ടാക്സ് തമ്മിലുള്ള വ്യത്യാസം. ആ രണ്ടും കൂടി ചേർത്തത് കോൺട്രിബ്യൂഷൻ. ആലോചിച്ചോക്കൂ, കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ ഏണിംഗ് ബിഫോർ ടാക്സ് ഈസ് ഈക്വൽ ടു ഓപ്പറേറ്റിംഗ് ലിവറേജ്. Am I right or what? Earning before tax is divided by profit before tax is equal to financial leverage. So what is combined leverage? Contribution divided by profit before tax. രണ്ടും കൂടി ചേർത്തത്. സോ ഏണിംഗ് പെർ ഷെയറിലെ ഓരോ സെയിൽസും എത്രമാത്രം മാറ്റം ഉണ്ടാക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഇല്ലസ്ട്രേഷൻ 10. സെയിൽസ് എത്രയാ? 25 ലക്ഷം. കുമാർ കമ്പനി ഹാസ് സെയിൽസ് ഓഫ് 25 lakhs ആൻഡ് വാരിയബിൾ കോസ്റ്റ് എത്രയാണ്? 15 ലക്ഷം. ദെൻ ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്? 5 ലക്ഷം. ഡെറ്റ് എത്രയാണ്? 12 ലക്ഷം. ഓക്കെ, ദെൻ ഇവിടെ ടാക്സ് ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ദെൻ സെയിൽസ് എത്രയാ? 25 ലക്ഷം. അതിനെത്ര വേരിയബിൾ കോസ്റ്റ് വന്നേ? 15 ലക്ഷം. കോൺട്രിബ്യൂഷൻ എത്രയാ? 10 ലക്ഷം. ഫിക്സഡ് കോസ്റ്റ് എത്രയാ? 5 ലക്ഷം. എത്രയാ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്? 5 ലക്ഷം. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് പറഞ്ഞ എന്താ അർത്ഥം? ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. സോ വേരിയബിൾ അവർ ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്താ? നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം ഇല്ലേ? അറിയില്ലേ? എത്രയാ? കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. അപ്പൊ എത്രയാ കോൺട്രിബ്യൂഷൻ? എത്രയാ? 10 ലക്ഷം ഡിവൈഡഡ് ബൈ 5 ലക്ഷം ഇസിക്കൽ ടു 2 ആണ് ഇതിന്റെ ഓപ്പറേറ്റിംഗ് ലിവറേജ്. ഫിനാൻഷ്യൽ ലിവറേജ് എന്താ? ഫിനാൻഷ്യൽ ലിവറേജ് എന്താ? ഏണിംഗ് ബിഫോർ ടാക്സ് ഡിവൈഡഡ് ബൈ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് അല്ലേ? ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. എത്ര ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്? 5 ലക്ഷം. എത്ര ഇൻട്രസ്റ്റ്? 1 ലക്ഷം. സോ ഏണിംഗ് ബിഫോർ ടാക്സ് എത്രയാ? 4 ലക്ഷം. സോ ഫിനാൻഷ്യൽ ലിവറേജ് എന്താ? 5 ലക്ഷം ഡിവൈഡഡ് ബൈ 4 ലക്ഷം 1.25. സോ വാട്ട് ഈസ് കമ്പൈൻഡ് ലിവറേജ്? 2 ഇൻറ്റു ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇൻറ്റു ഫിനാൻഷ്യൽ ലിവറേജ്. 2 ഇൻറ്റു 1.25 അതായത് എത്രയാ വരിക? 2.5. ഇനി നമുക്ക് മറ്റേ മോഡലിൽ എങ്ങനെയാ? കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. കോൺട്രിബ്യൂഷൻ എത്രയാ? 10 ലക്ഷം. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എത്രയാ? 4 ലക്ഷം. എത്രയാ? 2.5. ഉത്തരം 2.5. ഓപ്പറേറ്റിംഗ് ലിവറേജ്, ഫിനാൻഷ്യൽ ലിവറേജ്, കമ്പൈൻഡ് ലിവറേജ്, ഇത് യാതൊരു വിധത്തിലും മാറരുത്. ഇത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു ടോപ്പിക്കാണ്. വർക്കിംഗ് ക്യാപിറ്റൽ ലിവറേജ്. എന്താ ഈ വർക്കിംഗ് ക്യാപിറ്റൽ ലിവറേജ്? നമ്മൾ ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് കണക്കാക്കിക്കൊണ്ട് EBITD അനാലിസിസ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ക്യാഷ് ഫ്ലോ അനാലിസിസ് ആണ് ഇവിടെ ചെയ്യുന്നത്. എത്ര ക്യാഷ് ഫ്ലോ വരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് EBITDയിൽ. പക്ഷേ ഈ ക്യാഷ് ഫ്ലോ മനസ്സിലാക്കുന്ന സമയത്ത് നമ്മൾ ഇത് മാത്രം വെച്ചുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റില്ല. അതിൻ്റെ ഒരു നെഗറ്റീവായിട്ട് പറഞ്ഞത് അത് മാത്രം വെച്ചുകൊണ്ട് കമ്പനിക്ക് ക്യാഷ് റിച്ച് ആണെന്ന് പറയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ക്യാഷ് കുറവാണെന്ന് പറയാൻ പറ്റത്തില്ല. നിങ്ങൾ എന്തുകൂടെ കണക്കാക്കണം? വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസും കൂടെ കണക്കാക്കണം. ബിൽസ് പേയബിൾ, ബിൽ റിസീവബിൾ, സ്റ്റോക്കിലുള്ള മാറ്റങ്ങളൂടെ കണക്കാക്കണം. ഞാൻ ആൾറെഡി പറഞ്ഞതാണ്. വർക്കിംഗ് ക്യാപിറ്റൽ ലിവറേജ്.
One of the new models of leverage is working capital leverage, which is used to locate the investment in working capital or current asset in the company. എത്രമാത്രം കറണ്ട് അസറ്റിൽ നമ്മൾ പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾ കറണ്ട് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതോടുകൂടി എന്താണ്, ആ പണം അവിടെ കിടക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനിക്ക് 1 രൂപയുടെ കറണ്ട് അസറ്റ് ഉപയോഗിച്ചുകൊണ്ട് 1 രൂപയുടെ ഔട്ട്പുട്ട് ജനറേറ്റ് അല്ലെങ്കിൽ ഒരു സെയിൽസ് ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്ന് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ ആ കമ്പനിക്ക് കൂടുതൽ കറണ്ട് അസറ്റ് വേണ്ട, കാരണം ആ പണം ഓട്ടോമാറ്റിക്കലി സെയിലായിട്ട് കൺവേർട്ട് ആകുന്നു. പക്ഷെ വേറൊരു കമ്പനി ഉണ്ട്, 5 രൂപയുടെ സാധനം സൂക്ഷിച്ചാലാണ് അവർക്ക് 1 രൂപ സെല് ചെയ്യാൻ പറ്റുന്നുവെങ്കിൽ അവരെന്ത് ചെയ്യണം? അവർ 1:5 ആണ് അവർ കറണ്ട് അസറ്റ് റേഷ്യോ. അതിന്റെ അർത്ഥം എന്താണ്? അവർ 1 രൂപയുടെ സെയിൽ ഉണ്ടാക്കാൻ 5 രൂപ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പൊ 1 more രൂപ സെയിൽ ഉണ്ടാക്കാൻ അവർ എത്ര കറണ്ട് അസറ്റ് ഇൻവെസ്റ്റ് ചെയ്യണം? 1 more 5 rupees, അതായത് 10 rupees ഇൻവെസ്റ്റ് ചെയ്യണം. അതായത് ഫാസ്റ്റ് സെയിൽസ് നടക്കുന്ന കമ്പനികളാണെന്ന് ഇരിക്കാം, പെട്ടെന്ന് സെയിൽ നടക്കുന്ന കമ്പനി ആണെങ്കിൽ അവരുടെ കറണ്ട് അസറ്റ് റേഷ്യോ ഇപ്പോൾ 1:1 ആയിരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കാം 0.25 അല്ലെങ്കിൽ 0.1 ഒക്കെ ആയിരിക്കാം. അപ്പോൾ റിലയൻസ് പോലത്തെ ഉള്ള കമ്പനി, ആമസോൺ പോലത്തെ കമ്പനി, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് പോലത്തെ കമ്പനി, അല്ലെങ്കിൽ ഡിമാർട്ട് പോലത്തെ കമ്പനി, ഇവരുടെയൊക്കെ കറണ്ട് അസറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 1നും താഴെയായിരിക്കും. കാരണം അവർക്ക് കറണ്ട് അസറ്റേ വേണ്ട. ദേ ആർ നോട്ട് ഇൻവെസ്റ്റിംഗ് എനിത്തിങ്. ബിൽസ് പേയബിൾ ഉപയോഗിച്ചിട്ടാണ് അവർ ബിൽ റിസീവബിൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അവർക്ക് പൈസ വേണ്ട. അതേസമയം ഫ്രിഡ്ജും വാഷിംഗ് മെഷീനൊക്കെ ഉണ്ടാക്കുന്ന കമ്പനി ആണെങ്കിൽ കറണ്ട് അസറ്റ് റേഷ്യോ ഉണ്ടായിരിക്കും. 4 ഫ്രിഡ്ജ് വെച്ചാലായിരിക്കും 1 ഫ്രിഡ്ജ് വിറ്റ് പോകുന്നത്. 10 TV വെച്ചാലായിരിക്കും 1 TV വിറ്റ് പോകുന്നത്. അപ്പോൾ കറണ്ട് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അവർ 10 TV ഇൻവെസ്റ്റ് ചെയ്താണ് 1 TVയുടെ ലാഭം കിട്ടുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? ചില കമ്പനികൾ ഉണ്ടായിരിക്കും, ഈ ടിപ്പർ അല്ലെങ്കിൽ JCB, എർത്ത് മൂവറൊക്കെ ഉണ്ടാക്കുന്ന കമ്പനി. ഇവർക്ക് ചിലപ്പോൾ ഒരു എർത്ത് മൂവർ ചിലപ്പോൾ 1 വർഷത്തിലാണ് വിൽക്കാൻ പറ്റുക. മനസ്സിലാവുന്നുണ്ടോ? അവർ 5 എർത്ത് മൂവർ വെച്ചാൽ 1 എർത്ത് മൂവർ വിൽക്കും. അതിന്റെ സമയം 1 വർഷമാണെന്നുണ്ടെങ്കിൽ 4 എർത്ത് മൂവറിന്റെ പൈസ 1 വർഷം ഇൻവെസ്റ്റ് ചെയ്താലാണ് 1 എർത്ത് മൂവർ അവർക്ക് വിൽക്കാൻ പറ്റുന്നത്. ഒരു വിമാനമാണെങ്കിലോ? സോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കമ്പനികൾക്ക് ഡിഫറെൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോസ് ഉണ്ടായിരിക്കും. ഈ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന അനുസരിച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? അവരുടെ പ്രോഫിറ്റബിലിറ്റി നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ ഒരു കമ്പനി, റിലയൻസ് പോലത്തെ കമ്പനിക്ക് പ്രോഫിറ്റബിലിറ്റി ഒരു 2%, 3% ആണെങ്കിൽ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. അതേസമയം ഒരു TV കമ്പനിക്കാണെങ്കിൽ ഒരു 20% പ്രോഫിറ്റബിലിറ്റി ഉണ്ടെങ്കിലേ സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ സർവൈവ് ചെയ്യില്ല അവർ. അതുപോലെ വിമാന കമ്പനി ആണെങ്കിൽ അവരുടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കണം? ഒരു 60%, 70% പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അത്രമാത്രം പൈസ അവരെന്ത് ചെയ്യണം? ഇൻവെന്ററിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ഇൻവെന്ററിക്ക് ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്. ആ കോസ്റ്റ് കൊടുത്തിട്ടാണ് ഈ കയ്യിലെ പൈസ കൊണ്ടല്ലോ നമ്മൾ ചെയ്യണം. അല്ലല്ലോ നമ്മൾ പഠിക്കുന്നത്. ആണോ? അല്ലല്ലോ. നമ്മളെ ഡെറ്റ് എങ്ങനെ ലിവറേജ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ലിവറേജ്, വർക്കിംഗ് ക്യാപിറ്റലിൽ നിങ്ങൾക്ക് ഫണ്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ ലോൺ എടുത്തിട്ടുണ്ടാകാം, ഡെറ്റ് എടുത്തിട്ടുണ്ടാകാം, പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടാകാം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കോസ്റ്റ് ഉണ്ട്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ലിവറേജിന് കോസ്റ്റ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ അനുസരിച്ചിട്ടും നിങ്ങൾക്ക് ആ കമ്പനിയുടെ സക്സസിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. വൺ ഓഫ് ദ ന്യൂ മോഡൽസ് ആണിത്. വർക്കിംഗ് ക്യാപിറ്റൽ ലിവറേജ് എന്ന് പറയുന്നത് എന്താണ്? പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ഇൻ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. അതായത് വർക്കിംഗ് ക്യാപിറ്റലിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി എത്രമാത്രം പൈസയാണോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതിന്റെ കോസ്റ്റ് എത്രയാണോ, അതിനെക്കാട്ടിലും വരുമാനം റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റിൽ നിങ്ങൾക്ക് ഉണ്ടാകണം. 5% പലിശയ്ക്ക് അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ അതിന്റെ പ്രപ്പോർഷനേറ്റ് ഇൻക്രീസ് എവിടെ ഉണ്ടായിരിക്കണം? റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. മനസ്സിലായി പറഞ്ഞത്? നിങ്ങൾ എത്രമാത്രം അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് വർക്കിംഗ് ക്യാപിറ്റലിൽ ഉണ്ടാക്കുന്നുവോ അത്രയും വരുമാനം നിങ്ങളുടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റിൽ കൂടണം. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ റിലയൻസ് എന്ന് പറയുന്ന കമ്പനിക്ക് 2% ലാഭമുണ്ടെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റും. എന്നാൽ JCB എന്ന് പറയുന്ന കമ്പനിക്ക്, JCB എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ പേരാണ് കേട്ടോ. JCB എന്ന് പറയുന്ന കമ്പനിക്ക് അവർക്ക് 2% ലാഭത്തിൽ വർക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? ദേ ആർ ഇൻവെസ്റ്റിംഗ് ഹ്യൂജ് എമൗണ്ട് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. സോ ദർ കോസ്റ്റ് ഇസ് 18% എന്ന് വിചാരിക്കുക. അവർക്ക് ഈ സാധനം വിറ്റാല് അവർക്കുണ്ടാകുന്ന ലാഭം 18%-ലും കൂടുതലാണെങ്കിൽ മാത്രമേ അവരെന്ത് ചെയ്യുള്ളൂ? വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്. അല്ലെങ്കിൽ അവർ JCB വേണ്ടാന്ന് വെക്കും, ആ ബിസിനസ്സേ വേണ്ടെന്ന് വെക്കും, നിർത്തും. 18% പലിശക്ക് പൈസ എടുത്തിട്ട് 2% വരുമാനം കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ചെയ്യാൻ പാടുമോ? അതാണ് ചോദ്യം. ഡിഗ്രി ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ലിവറേജ് എന്ന് പറഞ്ഞാൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. എന്താ റിട്ടേൺ ഇൻവെസ്റ്റ്മെന്റ്? നിങ്ങൾ മുടക്കുന്ന പൈസക്ക് നിങ്ങൾക്ക് എത്ര വരുമാനം കിട്ടുന്നു അത് കൂട്ടാൻ എത്രമാത്രം വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻട്രസ്റ്റിനെക്കാട്ടിലും കൂടുതൽ വരുമാനം ജനറേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുമെങ്കിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? നിങ്ങൾ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. കോമൺ സെൻസ് ആണ്.
10% പലിശക്ക് പൈസ എടുത്തിട്ട് 4% ലാഭം ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് ഉണ്ടാക്കിയാൽ നന്ദന ലാഭം ഉണ്ടാവുമോ? കേട്ടില്ല അല്ലേ? കേട്ടില്ല. നീ സ്വപ്നം കണ്ടെടുക്കിപ്പോട്ടാ. 10% ലാഭം ഉണ്ടാക്കുന്ന 10% പലിശ കൊടുക്കുന്ന ഒരു ലോൺ എടുത്തിട്ട് 4% ലാഭം ഉണ്ടാക്കുന്ന ഒരു ബിസിനസ് ചെയ്താൽ ആ കമ്പനി ലാഭത്തിലാണോ? ആണോ? അല്ല, 6% നഷ്ടല്ലേ? അപ്പൊ 10% ഇൻട്രസ്റ്റിന് ലോൺ എടുത്താൽ മിനിമം 11% വേണ്ടേ ഏത് ലാഭം എന്ന് പറയാൻ? ഞാൻ പറഞ്ഞില്ല ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞില്ല, ബാക്കിയൊക്കെ ഡിഫറെന്റ് ആണ്. അപ്പൊ അതും കൂടെ കവർ ചെയ്യുന്ന ഒരു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വർക്കിംഗ് ക്യാപിറ്റലിനെ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ വർക്കിംഗ് ക്യാപിറ്റൽ ലിവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് വർക്കിംഗ് ക്യാപിറ്റൽ ലിവറേജ്? പെർസെന്റേജ് ഓഫ് ചേഞ്ച് ഇൻ ആർ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റിൽ എത്രമാത്രം വ്യത്യാസം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നു? എന്തുവഴി? പെർസെന്റേജ് ഓഫ് ചേഞ്ച് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, സോ വർക്കിംഗ് ക്യാപിറ്റൽ ലിവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? കറന്റ് അസറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഓഫ് ടി എ എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ഓഫ് ടോട്ടൽ അസറ്റ്സ് പ്ലസ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ച് പറഞ്ഞതാണ് കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് അസറ്റിലെ ചേഞ്ച്. കറണ്ട് അസറ്റിലെ ചേഞ്ച് ആണ് എന്ത്? വർക്കിംഗ് ക്യാപിറ്റലിലെ ചേഞ്ച്. കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്സ് മൈനസ് ചേഞ്ചസ് ഇൻ ലെവൽ ഓഫ് കറണ്ട് അസറ്റ്. അതാണ് എന്ത്? വർക്കിംഗ് ക്യാപിറ്റൽ ലിവറേജ്. എന്താണ്? കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ് മൈനസ് ചേഞ്ചസ് ഇൻ കറണ്ട് അസറ്റ് അല്ലേ? ചേഞ്ചസ് ഇൻ കറണ്ട് അസറ്റ്. ടോട്ടൽ അസറ്റ് പ്ലസ് ടോട്ടൽ അസറ്റ് പ്ലസ് ചേഞ്ചസ് ഇൻ കറണ്ട് അസറ്റ്. ഓക്കെ, ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഈസ് അവൈലബിൾ. ഇത് വളരെ സിമ്പിൾ ആയ ചോദ്യമാണ്. യു ആർ റിക്വയർഡ് ടു കമ്പയർ സെൻസിറ്റിവിറ്റി ഏർണിംഗ്സ് ഓഫ് ദ ടു കമ്പനീസ് ഫോർ 30% ചേഞ്ച് ഇൻ ദ ലെവൽ ഓഫ് കറണ്ട് അസറ്റ്. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് നിങ്ങൾ പേടിക്കുക. സെൻസിറ്റിവിറ്റി ഏർണിങ്സ് എന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ? സെൻസിറ്റീവ് ആകുക. ചിലർക്ക് ഇഞ്ചക്ഷൻ ഇങ്ങനെ അടുത്ത് കൊടുന്നാൽ തന്നെ അവർക്ക് വേദനിക്കാൻ തുടങ്ങും. ചിലർക്ക് ഇഞ്ചക്ഷൻ കുത്താൻ പറഞ്ഞാൽ വേദനിക്കാൻ തുടങ്ങും, ടെൻഷൻ അടിക്കാൻ തുടങ്ങും. ചിലർക്ക് ഇഞ്ചക്ഷൻ കുത്തിയാൽ അറിയും കൂടെ ഇല്ല. അതൊക്കെ സെൻസിറ്റിവിറ്റി അനാലിസിസ് ആണ്. സെൻസിറ്റിവിറ്റി, ഹൗ സെൻസിറ്റീവ് യുവർ കറണ്ട് അസറ്റ് to your current asset, your profitability to your current asset changes. നിങ്ങളുടെ കറണ്ട് അസറ്റിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക് എത്രമാത്രം സെൻസിറ്റീവ് ആണ് നിങ്ങളുടെ പ്രോഫിറ്റബിലിറ്റി. അതല്ലേ നമ്മൾ നോക്കണേ. അതല്ലേ വർക്കിംഗ് ക്യാപിറ്റൽ ലിവറേജ് പറഞ്ഞത്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റും കറണ്ട് അസറ്റിലെ ചേഞ്ചും തമ്മിലുള്ള സെൻസിറ്റിവിറ്റി അനാലിസിസ് അല്ലേ നമ്മൾ നോക്കണേ. കറണ്ട് അസറ്റിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തതനുസരിച്ചിട്ട് നിങ്ങൾക്ക് എത്ര വരുമാനം കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്, ആ വരുമാനം കറണ്ട് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും വരുമാനം ഉണ്ടെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യണ്ട. അതല്ലേ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതാണ്, ഇതിനെയാണ് സെൻസിറ്റിവിറ്റി ഏണിങ്സിൽ സെൻസിറ്റിവിറ്റി. അതൊന്ന് കണ്ട് പേടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിപ്പോൾ പറഞ്ഞു തരണേ. അവർ നേരിട്ട് ചോദിക്കില്ല, കാരണം ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒരു കണക്കും അറിയാത്ത ആൾക്കാർക്ക് കോമൺ സെൻസ് വെച്ച് ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ അതൊക്കെ. ഒന്നും അറിയേണ്ടതിന്. You are required to compare the sensitivity earnings of two companies for 30% change. രണ്ട് കമ്പനികളുണ്ട്, രണ്ട് കമ്പനിയുടെയും വർക്കിംഗ് ക്യാപിറ്റലിൽ 30% മാറ്റം ഉണ്ടാകുന്നു. അങ്ങനെയാണെങ്കിൽ അവരുടെ ഏർണിങ്സിൽ എന്ത് മാറ്റം ഉണ്ടാകും എന്നാണ്. വർക്കിംഗ് ക്യാപിറ്റൽ ലിവറേജ് എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? എന്താ ഇക്വേഷൻ? കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ് പ്ലസ് ചേഞ്ചസ് ഇൻ കറണ്ട് അസറ്റ്. ഫിക്സഡ് അസറ്റ് എക്സ് ലിമിറ്റഡ് മാത്രം എടുക്കുക കേട്ടോ. എടുക്കുക 4 ലക്ഷം ഫിക്സഡ് അസറ്റ് ഉണ്ട്. കറണ്ട് അസറ്റ് എത്രയാണ്? 10 ലക്ഷം. സോ ടോട്ടൽ അസറ്റ് എത്രയാ? 14 ലക്ഷം. എത്രയാണ് ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്നിട്ടുള്ളത്? 1.5 ലക്ഷം അല്ലേ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ഇതൊക്കെ ആവശ്യമുള്ളൂ. നമുക്ക് എന്തൊക്കെ വേണ്ടേ? കറണ്ട് അസറ്റ് വേണം. ഏതാ കറണ്ട് അസറ്റ്? എഴുതാ. കറണ്ട് അസറ്റ് തെറ്റാണ് ചോദ്യം, അല്ലെങ്കിൽ ഉത്തരം. അതുകൊണ്ടാണ് എഴുതാ എന്ന് പറഞ്ഞത്. പുസ്തകത്തിൽ എഴുതിക്കോ. 10 ലക്ഷം കറണ്ട് അസറ്റ് ഉണ്ടോ? ഡിവൈഡഡ് ബൈ എക്സിന്റെ മാത്രം കണക്കാക്കാൻ കേട്ടോ. ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ് എത്രയാ? 14 ലക്ഷം മൈനസ് പിന്നെന്താ വേണ്ടേ? ചേഞ്ചസ് ഇൻ കറണ്ട് അസറ്റ്. എത്ര ചേഞ്ച് ഇൻ കറണ്ട് അസറ്റ്? 3 ലക്ഷം. സോറി, പ്ലസ്. ഇത് തെറ്റാണ്, ആ ഇക്വേഷനെ തെറ്റാണ്. അതാണ് ഞാൻ ആ ഇക്വേഷൻ കറക്റ്റായിട്ട് പറഞ്ഞതാ. ഞാനത് പറഞ്ഞ മൈനസ് ആണ് വരേണ്ടത്. ആ ഇക്വേഷൻ മൈനസ് ആണ്, പ്ലസ് അല്ല. ടോട്ടൽ അസറ്റ് മൈനസ് ചേഞ്ചസ് ഇൻ കറണ്ട് അസറ്റ്, അത് തന്നെയാണ് വരേണ്ടത്. മൈനസ് തന്നെ വരേണ്ടത്, പ്ലസ് അല്ല. ചെയ്തിരിക്കുന്നത് കണ്ടോക്ക്. ചെയ്ത് നോക്കിയോ? ചെയ്ത് നോക്കിണ്ടോ? കണക്കിതുണ്ടോ? ഏതാ ശരി? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇത് തന്നെയല്ലേ? മൈനസിലാണ് ഇക്വേഷൻ ടെക്സ്റ്റ് അല്ലേ? ഈ ടെക്സ്റ്റിൽ പ്ലസ് ആണ്.
അത് മൈനസ് ആക്കും. ഞാൻ അതാണ് പറഞ്ഞത്. അതായത് ഞാൻ എന്റെ മനസ്സിൽ നിന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഞാൻ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞിട്ട് അനക്ക് എന്റെ മൊത്തത്തേക്ക് പോയി ഞെട്ടിപ്പോയേ. അപ്പൊ വീണ്ടും ഞാൻ നോക്കി പറഞ്ഞു വീണ്ടും ഒന്ന് അതാണ്ടായേ. ശരിയല്ലേ അനക്ക? ഞാൻ പറഞ്ഞു ശരിയല്ലേ? അവളെന്നോട് തെറ്റിയോടും ഭയങ്കര സ്ട്രോങ് ആയിട്ട് നോക്കിയാ ഞാൻ തെറ്റിയോ ഒന്ന് നോക്കിയാലോ ഒന്നുകൂടി. അതാണ്ടായ ഇക്വേഷൻ എന്താണ് മകനെ ഹരി? കറണ്ട് അസെറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസെറ്റ് മൈനസ് ചേഞ്ചസ് ഇൻ കറണ്ട് അസെറ്റ് അപ്ലൈ ചെയ്യും. കറണ്ട് അസെറ്റ് എത്രയാ? 10 ലക്ഷം ഡിവൈഡ് ബൈ ടോട്ടൽ അസെറ്റ് എത്രയാ? 14 ലക്ഷം മൈനസ് ചേഞ്ചസ് ഇൻ കറണ്ട് അസെറ്റ് എത്രയാ? 30% 10 ലക്ഷം 3 ലക്ഷം. ഇവിടെ എത്ര ഇതിനെ? അതാണ് ബെറ്റ്. എന്നിട്ടാണ് 3 ലക്ഷം നാക്ക്. അതൊക്കെ കറക്റ്റാ. നമ്മള് സംഗതി ഒപ്പിക്കും, പക്ഷെ ആർക്കും മനസ്സിലാവില്ല. അത്രേ ഉള്ളൂ. അപ്പൊ എത്രയായി? 10 ലക്ഷം ഡിവൈഡഡ് ബൈ 11 ലക്ഷം. അപ്പൊ എത്രയാ? 0.9 കേട്ടോ. എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ ലിവറേജ്? എക്സിന്റെ എത്രയാണ്? 0.9. ഇനി വർക്കിംഗ് ക്യാപിറ്റൽ ലിവറേജ് വൈ ഇരുന്നിട്ടുണ്ട് 4 ലക്ഷം വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെ? കറണ്ട് അസെറ്റ് എത്രയാ? 4 ലക്ഷം ഡിവൈഡഡ് ബൈ ടോട്ടൽ അസെറ്റ് എത്രയാ? 14 ലക്ഷം മൈനസ് എത്ര ലക്ഷം? 13 ലക്ഷം 11 ലക്ഷം ആണോ? 30% ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ അല്ലേ? 30% ഓഫ് വാട്ട്? വർക്കിംഗ് ക്യാപിറ്റൽ. 1,20,000. എത്ര ഇതിന്? 12 ലക്ഷം. ഒന്നിനൊരു വിലയില്ല. 0-ന് വിലയില്ല, പ്ലസിന് വിലയില്ല, മൈനസിന് വിലയില്ല, ഒന്നിനും വിലയില്ല. 1,20,000. അപ്പൊ എത്ര കിട്ടി? 4 ലക്ഷം ഡിവൈഡഡ് ബൈ 12,80,000. അപ്പൊ എത്രയാണ്? 0.3125. ഇപ്പൊ വർക്കിംഗ് ക്യാപിറ്റൽ ലിവറേജ് ഏതിനാ കൂടുതൽ? 0.9 ലിവറേജ് ഉണ്ട്. ഏതിന്? എക്സിന്. മനസ്സിലായില്ലേ? 1,20,000 എങ്ങനെയാ? വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ പറഞ്ഞ എന്താണ്? വർക്കിംഗ് ക്യാപിറ്റൽ എത്രയാ? വൈ എന്ന് പറഞ്ഞ കമ്പനിയുടെ അരി 4 ലക്ഷം. അതിന് എത്ര എന്താ വർക്കിംഗ് ക്യാപിറ്റൽ സെൻസിറ്റിവിറ്റി മോള് പറഞ്ഞിട്ടുണ്ടല്ലോ. എത്രയാ പറഞ്ഞേ? 30%. അപ്പൊ 4 ലക്ഷത്തിന്റെ 30% 1,20,000. എക്സ് എത്തിട്ടേ ഉള്ളൂ. എക്സ് ഒക്കെ കഴിഞ്ഞ് കുറെ കാലമായി മോനെ. എക്സിന്റെ വളരെ ക്ലിയർ ആണ്. വർക്കിംഗ് കറണ്ട് അസെറ്റ് എത്രയാ? 10 ലക്ഷം ഡിവൈഡ് ബൈ ടോട്ടൽ അസെറ്റ് 14 ലക്ഷം മൈനസ് 3 ലക്ഷം. 10 ലക്ഷമാണ് കറണ്ട് അസെറ്റ്. അതിന്റെ 30% 3 ലക്ഷം. അപ്പൊ എത്ര കിട്ടിയേ? 10 ലക്ഷം ഡിവൈഡഡ് ബൈ 11 ലക്ഷം 0.9 ആണ് അതിന്റെ വർക്കിംഗ് ക്യാപിറ്റൽ ലിവറേജ്. അടുത്തത് വൈയുടെ 4 ലക്ഷമാണ് കറണ്ട് അസെറ്റ് ഡിവൈഡഡ് ബൈ 14 ലക്ഷം മൈനസ് 1,20,000. അതായത് 4 ലക്ഷത്തിന്റെ 30%. സോ 4 ലക്ഷം ഡിവൈഡഡ് ബൈ 12,80,000. സോ എത്രയാണ്? 0.3125. Then effects of leverage on shareholder return. ഈ ഷെയർ എന്താ തെറ്റ്? നിനക്ക് എന്താ ഇനി അവിടെ എത്താത്ത? അപ്പൊ ഞാൻ ഈ പറഞ്ഞത് എന്തിനാ? ഇത് 4 പ്രാവശ്യം പറഞ്ഞു ഞാന്. മൈനസ് ചെയ്യാനല്ലേ ഞാൻ പറഞ്ഞേ. ഞാൻ അനക്കടക്കം കുറ്റം പറഞ്ഞു ഇപ്പൊ ഇവിടെ ഇരുന്നിട്ട്. ഈ അപ്പൊ സ്വപ്നം കാണാൻ ഒരു പ്രാവശ്യം കൂടി പറയും. ഇക്വേഷൻ എന്താ? അവിടെ പ്രശ്നം. അതൊരു 101 പ്രാവശ്യം പറഞ്ഞേ. മൈനസ് ആക്ക 101 പ്രാവശ്യം. ഈ കഥയൊക്കെ പറഞ്ഞതാണ് ഇപ്പൊ എടുക്കാൻ കിട്ടാത്ത. ഇനിയാണ് ഒക്കെ ശരിയായിക്കോളും. ശ്രദ്ധിക്കട്ടാ. അല്ലെങ്കിൽ ഞാൻ ചീത്ത ഛർദിക്കും. അതായത് എൻ്റെ ഒപ്പം മൂവ് ചെയ്താൽ കിട്ടും. എൻ്റെ ഒപ്പം പോകാൻ പറ്റണം. അതിൻ്റെ ഇടയിൽ ഇരുന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്വയംകൃതി ചെയ്താൽ പെട്ട്. ഈ സ്വയംകൃതി ചെയ്യാനാണ് നിങ്ങൾ വീട്ടിലേക്ക് പറഞ്ഞേക്കണേ. വീട്ടിൽ ചെയ്യണത് എൻ്റെ ഒപ്പം ചെയ്യണം. ഞാൻ 3 പ്രാവശ്യം പറഞ്ഞ് എൻ്റെ ഒപ്പം ചെയ്തില്ല. ഞാൻ ശ്രദ്ധിക്കുന്ന എന്നെ ശ്രദ്ധിച്ചിട്ടാ വീണ്ടും ഞാൻ പറഞ്ഞേ. അപ്പോഴും നീ ആ കാൽക്കുലേറ്റർ എടുത്ത് ഇങ്ങനെ കണക്കൂട്ടി ഇരിക്കുകയാണ്. എഫക്ട്സ് ഓഫ് ലിവറേജ് ഓൺ ഷെയർ ഹോൾഡർ റിട്ടേൺ. ഷെയർ ഹോൾഡറുടെ റിട്ടേണിൽ ലിവറേജിന്റെ എഫക്ട് എന്താണ്? ഈ ലിവറേജ് കൊണ്ട് നമ്മൾ ആൾറെഡി പഠിച്ചു അല്ലേ? ഓപ്പറേറ്റിംഗ് ലിവറേജിലും മാറ്റം ഉണ്ടാക്കാം, ഫിനാൻഷ്യൽ ലിവറേജിലും മാറ്റം ഉണ്ടാക്കാം, കമ്പൈൻഡ് ലിവറേജിലും മാറ്റം ഉണ്ടാക്കാം. വർക്കിംഗ് ക്യാപിറ്റൽ ലിവറേജ് വന്നാലും ഏണിംഗ് പെർ ഷെയർ വർദ്ധിക്കാം. അപ്പൊ ഷെയർ ഹോൾഡർ ഏണിംഗ്സും ലിവറേജുമായിട്ടുള്ള ബന്ധം ആൾമോസ്റ്റ് നമുക്കറിയാം. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം, അത്രയേ ഉള്ളൂ. ഫിനാൻഷ്യൽ പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താണ്?
ഫിനാൻഷ്യൽ പ്ലാൻ എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഒരു തീരുമാനമാണ് എത്രമാത്രം ഫിനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കേണ്ടതുണ്ട്. നമ്മുടെ മാർക്കറ്റ് പ്രൈസ് വർദ്ധിക്കുന്നതിന് വേണ്ടി, കമ്പനിയുടെ ഷെയറിന്റെ മാർക്കറ്റ് പ്രൈസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ വെൽത്ത് മാക്സിമൈസ് ചെയ്യുന്നതിന് വേണ്ടി എന്തെല്ലാം തീരുമാനങ്ങളാണ് നമ്മൾക്ക് എടുക്കേണ്ടത്. ഒന്ന്, നമ്മൾ എന്ത് ചെയ്യാം, നമ്മളുടെ മാക്സിമം കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കാം. അതിന് കയ്യിലുള്ള പണം തന്നെ ഉപയോഗിച്ചേക്കാം. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പണത്തിന് ഉപരി മാർക്കറ്റിൽ നിന്നും കൂടുതൽ പണം കടമെടുത്തുകൊണ്ട് ആ പണം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബിസിനസ് വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചേക്കാം. അതല്ലെങ്കിൽ കുറച്ച് നമ്മുടെ ഉള്ള മാക്സിമം കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പുറത്തുനിന്ന് പണം എടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തേക്കാം, നമ്മുടെ ബിസിനസ് വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചേക്കാം. ഇനി അതാണ് എന്തൊക്കെ പറഞ്ഞ ഓപ്പറേറ്റിംഗ് ലിവറേജ്, ഫിനാൻഷ്യൽ ലിവറേജ്, കമ്പൈൻഡ് ലിവറേജ്. ദെൻ അതിനോടൊപ്പം തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ. എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ? നമ്മുടെ കയ്യിൽ ക്യാഷ് അല്ലാതെ ഉള്ള നമ്മുടെ കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ, നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ ആയിട്ട് നമ്മുടെ ബിൽസ് റിസീവബിൾ, ബിൽസ് പേയബിൾ, ഇതൊക്കെ ഉണ്ട്. ഈ വർക്കിംഗ് ക്യാപിറ്റലിൽ എന്ത് ഇമ്പാക്റ്റ് ആണ് ഉള്ളത്? അതായത് നമ്മുടെ കറണ്ട് അസറ്റിലും ടോട്ടൽ അസറ്റ് മൈനസ് വർക്കിംഗ് കറണ്ട് അസറ്റിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതാണ് വർക്കിംഗ് ക്യാപിറ്റൽ ലിവറേജ്. അപ്പൊ കറണ്ട് അസറ്റിൽ എന്ത് മാറ്റം? എന്താണ് കറണ്ട് അസറ്റിലെ മാറ്റം എന്ന് പറഞ്ഞാൽ? ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. കറണ്ട് അസറ്റിലെ മാറ്റം എന്താണ്? കറണ്ട് അസറ്റിലെ മാറ്റം ബിൽ റിസീവബിളിലും ഇതിലും സ്റ്റോക്കിലും ഉണ്ടാകുന്ന മാറ്റമല്ലേ കറണ്ട് അസറ്റിലെ മാറ്റം. വേറെന്താ കറണ്ട് അസറ്റിലെ മാറ്റം? എന്ത് മാറ്റമാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്? കറണ്ട് അസറ്റ് എന്ന് പറയുന്നതാണ് നമുക്ക് ഷോർട്ട് ടൈം ആയിട്ട് എന്താ ഈ കറണ്ട് ലയബിലിറ്റി കണക്കാക്കാഞ്ഞ സാർ ചോദിക്കേണ്ട. കറണ്ട് ലയബിലിറ്റി കൂടണേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുക. കറണ്ട് അസറ്റ് കൂടണം നമ്മൾ പ്രാർത്ഥിക്കുവോ? ഹലോ, നമ്മൾ എന്താ പ്രാർത്ഥിക്കുക? വാട്ട് ഈസ് യുവർ നീഡ്? യു വാണ്ട് ദ കറണ്ട് അസറ്റ് ടു ഇൻക്രീസ് ഓർ കറണ്ട് ലയബിലിറ്റീസ് ഇൻക്രീസ്? കറണ്ട് ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യണം. എന്താ കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞാല്? ആൾക്കാർ പൈസ വാങ്ങാതെ സാധനം തന്നുകൊണ്ടിരിക്കണം, അതല്ലേ ലയബിലിറ്റി. പിന്നീട് കൊടുക്കേണ്ടല്ലേ ലയബിലിറ്റി. കറണ്ട് അസറ്റ് കൂടാൻ നമ്മൾ ആഗ്രഹിക്കുമോ? അതുകൊണ്ടാണ് കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ് മൈനസ് ചേഞ്ചസ് ഇൻ കറണ്ട് അസറ്റ്. അപ്പൊ കറണ്ട് അസറ്റിലെ മാറ്റം മാത്രമേ നമ്മൾ നോക്കുള്ളൂ വർക്കിംഗ് ക്യാപിറ്റലിൽ. കറണ്ട് ലയബിലിറ്റി ഉണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ, പക്ഷെ നമ്മൾ ഫൈൻഡ് ചെയ്യില്ല. നമ്മൾ റിയൽ കറണ്ട് ലയബിലിറ്റി കണക്കാക്കാൻ നമ്മൾ എന്താ ചെയ്യുക? കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ് അടിച്ചാലാണ് വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടുക ശരിക്കും പറഞ്ഞാൽ. പക്ഷേ നമ്മൾ ഈ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഡിസിഷനിൽ കറണ്ട് ലയബിലിറ്റി നമ്മൾ കൺസിഡർ ചെയ്യില്ല. കാരണം കറണ്ട് ലയബിലിറ്റി നമ്മൾ കൊടുക്കാനുള്ള പൈസയാണ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഡിസിഷൻ എന്താ ഉണ്ടാവുക? കിട്ടാനുള്ളത് വേഗം വാങ്ങുക, കൊടുക്കാനുള്ളത് മെല്ലെ കൊടുക്കുക. അപ്പൊ ഇവിടെ നമ്മൾ ഫിനാൻഷ്യൽ ലിവറേജ് ഡിസിഷൻസ്, വർക്കിംഗ് ക്യാപിറ്റൽ ലിവറേജ് ഡിസിഷൻസ് എങ്ങനെയാണ് നമ്മുടെ ബിസിനസ് വളർത്താൻ തീരുമാനത്തിൽ നമ്മൾ കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ് മൈനസ് കറണ്ട് അസറ്റിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണ് എന്ന് നോക്കുന്നു. അതിന്റെ ആ ലിവറേജിനെയാണ്, കറണ്ട് അസറ്റിലേക്കുള്ള ലിവറേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അതായത് ടോട്ടൽ അസറ്റിലെ കറണ്ട് അസറ്റിന്റെ മാറ്റം എന്താണ്, അതിന്റെ പവർ ലിവറേജ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, കറണ്ട് അസറ്റ് ലിവറേജ് ആയിട്ട് മനസ്സിലാക്കുന്നത്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ലിവറേജും അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് ലിവറേജും ഫിനാൻഷ്യൽ ലിവറേജും അതുപോലെ തന്നെ കമ്പൈൻഡ് ലിവറേജും എങ്ങനെയാണ് ഷെയർ ഹോൾഡറുടെ വാല്യൂ വർദ്ധിപ്പിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓപ്പറേറ്റിംഗ് ലിവറേജിന്റെ എഫക്ട് എന്താണ്? പെർസെന്റേജ് ഓഫ് ചേഞ്ചിങ് ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഈസ് മോർ ദാൻ പെർസെന്റേജ് ഓഫ് ചേഞ്ച് ഇൻ സെയിൽ. അതായത് ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സിൽ എങ്ങനെ എപ്പോഴാണ് നമുക്ക് പോസിറ്റീവ് ആവുക? നമ്മൾ സെയിലിൽ ഉണ്ടാകുന്ന മാറ്റത്തിനെക്കാട്ടിലും കൂടുതൽ ചേഞ്ച് നമുക്ക് എവിടെ ഉണ്ടാകണം? ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ കമ്പനി സൂപ്പറായി ലാഭത്തിലാണ്. അതായത് നമുക്ക് ഒരു യൂണിറ്റ് സെയിൽ കൂടുമ്പോൾ നമ്മുടെ പ്രോഫിറ്റ് കൂടുന്നു. പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച്, അതായത് ആകെ നമ്മൾ 2 കാറ് വിൽക്കുന്നു, നമുക്ക് 1 ലക്ഷം ലാഭം കിട്ടുന്നു. 3ാമത്തെ കാറ് വിറ്റാൽ നമുക്ക് 1,60,000 ലാഭം കിട്ടുന്നു. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? 3ാമത്തെ കാറ് വിൽക്കാൻ ശ്രമിക്കും. അതല്ലേ ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറഞ്ഞാൽ? അതായത് നമുക്ക് ഫിക്സഡ് എക്സ്പെൻസ് റിമെയിൻ സെയിം ആണ്, വെറും വേരിയബിൾ എക്സ്പെൻസ് മാത്രമേ കൂടുന്നുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് 3ാമത്തെ കാറ് വിൽക്കുമ്പോൾ 60,000 ലാഭം കിട്ടിയത്. 4ാമത്തെ കാറ് വിൽക്കുമ്പോൾ 2,50,000 ലാഭം, അല്ലെങ്കിൽ 2,20,000 ലാഭം എന്ന് പറഞ്ഞാൽ ഓരോ അഡീഷണൽ യൂണിറ്റിനും 60,000 വെച്ച് കിട്ടും. അപ്പൊ എന്തായി? ഓപ്പറേറ്റിംഗ് ലിവറേജ് വർദ്ധിപ്പിക്കുക. അപ്പൊ ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്താവേണ്ടത്? ഓരോ യൂണിറ്റ് ഓഫ് സെയിൽ വഴി സെയിൽ കൂടുമ്പോഴും എത്രമാത്രം EBIT കൂടുന്നു, ആ EBIT കൂടുതലാണ് കൂടുന്നതെങ്കിൽ, അതായത് പ്രപ്പോർഷനേറ്റിനെക്കാട്ടിലും കൂടുതലാണ് കൂടുന്നതെങ്കിൽ ഓപ്പറേറ്റിംഗ് ലിവറേജ് ചെയ്യേണ്ട കമ്പനിയാണ് എന്ന് മനസ്സിലാക്കണ്ടേ? ഇപ്പൊ നോക്കൂ, ഒരു ഉഴുന്നുവട ഉണ്ടാക്കാനും ഒരാളും വേണം, ഒരു കറണ്ടും വേണം, ഒരു മെഷീനും വേണം, ഒരു ഹോട്ടലും വേണം. 100 ഉഴുന്നുവട ഉണ്ടാക്കി വെക്കാനും അത് മാത്രമേ വേണ്ടുവെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? 100 ഉഴുന്നുവട ഉണ്ടാക്കും. അപ്പൊ എന്താ ഉണ്ടാവുക? നമ്മുടെ ഫിക്സഡ് കോസ്റ്റ് കൂടുമോ? ഇല്ല. നമ്മുടെ വേരിയബിൾ കോസ്റ്റ് മാത്രമല്ലേ കൂടുള്ളൂ, വേറെ ഒന്നും കൂടില്ലല്ലോ. ഫിക്സഡ് കോസ്റ്റ് കൂടില്ല, വേരിയബിൾ കോസ്റ്റ് മാത്രം കൂടും. അതുവഴി നമുക്ക് എന്തുണ്ടാകും? നമ്മുടെ പ്രോഫിറ്റ് നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. സോ പെർസെൻറ്റേജ് ഓഫ് ചേഞ്ചസ് ഇൻ സെയിൽസ്, അതിന് പ്രപ്പോർഷനേറ്റിനെക്കാളും കൂടുതൽ വരുമാനം എവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് പ്രോഫിറ്റിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു പോസിറ്റീവായിട്ട് ഓപ്പറേറ്റിംഗ് ലിവറേജ് ആരും വർദ്ധിപ്പിക്കും? ഷെയർ ഹോൾഡേഴ്സിന്റെ
പൈസ വാല്യൂ വർദ്ധിക്കും. എന്നാൽ ഏതൊക്കെ സിറ്റുവേഷൻ ഉണ്ടാവുക? ഇഫ് EBIT വിൽ ഇൻക്രീസ്, റിട്ടേൺ ഓൺ ROE will also increase. Operating leverage indicates how will EBIT change if sales changes. 2:1 ratio of operating leverage means 100% increase in sales will increase 200% in profit എന്ന് പറയുന്നു. അതായത് ഞാൻ രാജേശ്വർ പറഞ്ഞു തന്നെയാണ് അവർ പറയുന്നത്, പ്രത്യേകിച്ച് ഒന്നും അതിൽ പറയണില്ല. നിങ്ങൾക്ക് എത്രമാത്രം സെയിൽ കൂടുന്നുവോ അതിന്റെ പ്രപ്പോർഷനേക്കാട്ടിലും കൂടുതൽ നിങ്ങൾക്ക് എന്താണ് പ്രോഫിറ്റ് വർദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് ലിവറേജ് പോസിറ്റീവ് ആണ്. നിങ്ങൾ കൂടുതൽ സാധനം ഉണ്ടാക്കി വിറ്റോളൂ, ലാഭം ഉണ്ടാക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. സിറ്റുവേഷൻ ഹൈ ഓപ്പറേറ്റിംഗ് ലിവറേജ് ആണെന്നുണ്ടെങ്കിൽ എന്താവുക? നമ്മൾ ഭയങ്കര ഹൈ ആണെങ്കിൽ, നമുക്ക് ഏറ്റവും ഹൈ ഓപ്പറേറ്റിംഗ് ലിവറേജ് ആണ് വേണ്ടത്. പക്ഷേ ഭയങ്കര ഹൈ ആണ് ഓപ്പറേറ്റിംഗ് ലിവറേജ് എങ്കിൽ ഭയങ്കര റിസ്കിയാണ്, ഭയങ്കര റിസ്ക് കൂടുതലാണ്. കാരണം ഇത് റിസ്ക് ആകാൻ സാധ്യതയുണ്ട്. പക്ഷെ വളരെ ലോ ആണെന്നുണ്ടെങ്കിലോ, ലോ ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂസ്ഫുൾ ആണ്. ഭയങ്കര ഫ്ലക്ച്വേറ്റിംഗ് സെയിലുള്ള സമയത്ത് എന്തായിരിക്കാം ഇത്? ഉദാഹരണം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഓണത്തിന് നല്ല സെയിൽ ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറേ അധികം TV ഉണ്ടാക്കുന്നു. നമ്മൾ ഓപ്പറേറ്റിംഗ് ലിവറേജ് ഭയങ്കര കൂടുതലായിരിക്കില്ലേ? ആ TV വിറ്റ് പോയില്ലെങ്കിലോ? വിൽക്കുന്നതിനെ കുറിച്ചിട്ടല്ല, നമ്മൾ കണക്കാക്കുകയാണ്. ഒരു ഡിസിഷനാണ് നമ്മൾ എടുക്കണേ. കൂടുതൽ TV ഉണ്ടാക്കണമോ? ഓപ്പറേറ്റിംഗ് ലിവറേജ് ഡിസിഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റും. ഫിക്സഡ് കോസ്റ്റ് ഉണ്ടോ? സെയിം ഫിക്സഡ് കോസ്റ്റ് ആണ്. വേരിയബിൾ കോസ്റ്റ് വെറും ഫിക്സഡ് ട്യൂബും സ്ക്രീനും ആ പ്ലാസ്റ്റിക്കിന്റെ ഡബ്ബയും വാങ്ങി, റിമോട്ടും വാങ്ങിയ TV ആയി. അടിപൊളി. നമ്മൾ പ്ലാൻ ചെയ്തു, ഇത് കൊട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റ് 20% വർദ്ധിക്കും. നമ്മൾ ഹാപ്പിയാണ്. ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി എല്ലാ കടകളിലും കൊണ്ട് TV വെച്ചു. TV വിറ്റ് പോയില്ലെങ്കിലോ? ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ? അപ്പൊ നമ്മുടെ ഡിസിഷൻസ് ഒക്കെ തെറ്റാൻ സാധ്യതയുണ്ട്. അപ്പൊ ഭയങ്കര റിസ്കിയാണ്. ഹൈ ഓപ്പറേറ്റിംഗ് ലിവറേജ് ഉണ്ടെങ്കിൽ ഭയങ്കര റിസ്കിയാണ്. സാധനം കൂടുതൽ ഉണ്ടാക്കിയേക്കാം, അത് വിറ്റ് പോവില്ല. വൈകുന്നേരം 11 മണിക്ക് ബിരിയാണിയൊക്കെ കിലോന് 50 രൂപ വെച്ച് വിൽക്കേണ്ടി വരും നമ്മളെ. അതേസമയം കുറവാണ് ഓപ്പറേറ്റിംഗ് ലിവറേജ് എങ്കിലോ, ഫ്ലക്ച്വേറ്റ് മാർക്കറ്റിൽ റിസ്ക് ആണ്. എന്താണ്? ആൾക്കാർ ഡിമാൻഡിങ് കൊടുക്കാൻ സാധനം ഉണ്ടാവില്ല. ലാഭം വിചാരിച്ച ലാഭം നമുക്ക് ഏൺ ചെയ്യാൻ, നമ്മളെ മാർക്കറ്റിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾ ഇതൊക്കെ ഒരു കടയിലേക്ക് അപ്ലൈ ചെയ്യൂ. ഞാൻ ഈ ഉഴുന്നുവട വെറുതെ പറയണല്ല, ഏതെങ്കിലും ഒരു ബിസിനസ്സിലേക്ക് അപ്ലൈ ചെയ്തൊക്കെ പഠിക്കാൻ ഭയങ്കര സുഖമാണ്. എന്തുകൊണ്ടാണ് രാത്രി 11 മണിക്ക് ലുലു ബിരിയാണി 50 രൂപ കിലോന് കൊടുക്കണേ? ഹൈ ഓപ്പറേറ്റിംഗ് ലിവറേജ് ഉള്ളതുകൊണ്ടാ. കൂടുതൽ ഉണ്ടാക്കി വിൽക്കാൻ പറ്റുമെന്ന് വെച്ചാൽ കൂടുതൽ ഉണ്ടാക്കി വെക്കുകയും വിൽക്കാൻ പറ്റാതാകുമ്പോൾ കോസ്റ്റിന് വിറ്റ് ഒഴിവാക്കുകയും ചെയ്യണം. അപകടമല്ലേ അത്? ബാക്കിയുള്ള 10 മണിക്ക് ബിരിയാണി വാങ്ങണം, എന്താ ചെയ്യാ? 1 മണിക്കൂർ AC ഇരുന്നിട്ട് 11 മണിക്ക് പോയി നോക്കാം, വില കുറയും അല്ലേ? ആ സാധനം വില കുറച്ച് വെക്കേണ്ടി വരും, വേറെ വഴിയില്ലാണ്ടായി പോകും. ഇതൊക്കെ ഇതിന്റെ പ്രോബ്ലംസ് ആണ്. ലിവറേജിങ് ഡിസിഷൻസിന് അതിൻ്റെതായിട്ടുള്ള നെഗറ്റീവ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കി നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോ എനിക്ക് 50 കിലോ പൊന്തിക്കാൻ സാധിക്കും, എന്റെ പുറകിൽ എനിക്ക് കയറ്റാൻ പറ്റും. പക്ഷെ ഐ ഷുഡ് കൺസിഡർ എന്റെ ബാക്ക് ഒരു പ്രാവശ്യം പോയതാ. അങ്ങനെ 2 പ്രാവശ്യം ബാക്കിലേക്ക് 50 കിലോ ഞാൻ പൊന്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്റെ ബാക്ക് പിന്നെയും പോകും. അതെന്റെ ഓപ്പറേറ്റിംഗ് റിസ്ക് അല്ലേ? എന്റെ ഹൈ റിസ്ക് അല്ലേ? ഹൈ ഓപ്പറേറ്റിംഗ് ലിവറേജ് അല്ലേ? അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ കടയിൽ പോയിട്ട് 50 കിലോ സാധനം വാങ്ങുമ്പോൾ അയാളോട് പറയും, സോറി കേട്ടോ, ഞാനൊരു ചാക്ക് കൊടുത്തിട്ടുണ്ട്, 25 കിലോന്റെ 2 ആക്കി തരും. ഐ എം നോട്ട് ടേക്കിംഗ് ദാറ്റ് റിസ്ക്. ആ ഹൈ ഓപ്പറേറ്റിംഗ് ലിവറേജ് റിസ്ക് ഞാൻ എടുക്കുന്നില്ല. ഞാൻ എന്ത് ചെയ്യും? 25 കിലോ ആക്കിയിട്ട് ആദ്യം 20, ഇത് ഞാൻ റിയൽ ആയിട്ട് പറയണ, ശരിക്കും ചെയ്യണതാ. 25 കിലോ കൊണ്ടുപോയിക്കും, രണ്ടാമത് 25 കിലോ കൊണ്ടുപോയിക്കും. പക്ഷെ ഞാൻ ആ റിസ്ക് എടുക്കുന്നില്ല. സോ ഹൈ ഓപ്പറേറ്റിംഗ് ലിവറേജ്. ഞാൻ ഈ കോഴിക്കൊക്കെ ഭക്ഷണം വാങ്ങുമ്പോൾ 50 കിലോന്റെ ചാക്കാ വാങ്ങാം. അപ്പോൾ 50 കിലോന്റെ ചാക്ക് എനിക്ക് ഏറ്റാൻ പറ്റും, ഞാൻ ഏറ്റും. പക്ഷേ 25 കിലോ ആകുമ്പോൾ എന്താണ്, എനിക്ക് കുറവേ ഏറ്റേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക? അവനോട് പറയും, കുട്ടിയുടെ. അപ്പോൾ അവന് പറയാം, അജോട്ടെ ചാക്ക് കൊടുക്കുന്നുണ്ടോ? ഉണ്ട്, 2 ആക്കി തരും. അപ്പോൾ എനിക്ക് എന്ത് സുഖമായിട്ട് എൻ്റെ സ്റ്റെയർ കേസോ കറണ്ട് വീട്ടിൽ വന്നൊക്കെ അറിയാം, എനിക്കൊരു സ്റ്റെയർ കേസ് ഇറങ്ങിയിട്ടാണ് വീട്ടിലേക്ക് പോകാൻ. ആ സ്റ്റെയർ കേസ് ഇറങ്ങി ഉള്ളിൽ കൊണ്ടുവയ്ക്കാൻ പറ്റും. സോ ദാറ്റ് ഈസ് ഐ എം അവോയ്ഡിങ് ദറ്റ് റിസ്ക്. സോ ഹൈ ഓപ്പറേറ്റിംഗ് ലിവറേജും ലോ ഓപ്പറേറ്റിംഗ് ലിവറേജിലും റിസ്ക് ഉണ്ട്. ഒന്നിൽ ഓവർ സ്റ്റോക്ക് റിസ്ക് ഉണ്ട്, ഒന്ന് ലെസർ അവൈലബിലിറ്റി റിസ്ക്കും ഉണ്ടായേക്കാം. ഫിനാൻഷ്യൽ ലിവറേജിൽ റിസ്ക് ഉണ്ടോ? ഭയങ്കര റിസ്ക് അല്ലേ? ഫിനാൻഷ്യൽ ലിവറേജ് ആണ്. ചുമ്മാ ലോൺ തരാൻ ആൾക്കാർ തയ്യാറായിട്ട് ലോൺ വാങ്ങും. നിങ്ങൾക്ക് ഫോൺ വരും, നിങ്ങളുടെ ആധാർ നമ്പറിൽ 10 ലക്ഷം രൂപ ലോൺ പാസ് ആയിട്ടുണ്ട്, ആവശ്യമുണ്ടെങ്കിൽ യെസ് അടിക്കൂ, ലോൺ ഇതാ വരുന്നു. അങ്ങനെയൊക്കെ വാങ്ങുമോ നമ്മൾ ലോണ്? പെട്ടുപോയില്ലേ? ലോണിന്റെ റിസ്ക് എന്താണ്? എഫക്ട് ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ്. നമ്മൾ ഹൈ ഫിനാൻഷ്യൽ ലിവറേജ് ആണെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവുക? നമുക്ക് ഫിനാൻഷ്യൽ ഓവർ ലിവറേജിംഗ് മീൻസ് ഇൻകറിംഗ് ഹ്യൂജ് ഡെറ്റ് ബൈ ബോറോയിങ് ഫണ്ട്സ് അറ്റ് എ ലോവർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് യൂട്ടിലൈസിംഗ് ദ എക്സസ് ഫണ്ട്സ് ഇൻ ഹൈ റിസ്ക് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഓർഡർ ടു മാക്സിമൈസ് റിട്ടേൺ. നമ്മൾ എന്താ ചെയ്യുക? ഭയങ്കര ഹൈ ലിവറേജ് കമ്പനിയാണ്, ഫിനാൻഷ്യൽ ലിവറേജ് കമ്പനിയാണെങ്കിൽ എന്താ ചെയ്യുക? ലോ ഇൻട്രസ്റ്റ് റേറ്റിന് കുറേ ലോൺ എടുത്തിട്ടുണ്ടാവും. നമ്മൾ റിസ്ക് നമുക്ക് വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള സകല കാലത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇതിലേതെങ്കിലും ഒന്ന് പിഴച്ചാൽ നിങ്ങൾ ഇൻസോൾവൻസിലേക്ക് പോകും. പ്രോബ്ലമാണ്.
തിരിച്ചു കൊടുക്കേണ്ട ഡെറ്റ്. അതേസമയം ലോ ഫിനാൻഷ്യൽ റിസ്ക് ആണെങ്കിൽ എന്താ, ഫിനാൻഷ്യൽ ലെവറേജിങ് ആണെങ്കിൽ എന്താ ഉണ്ടാവുക, നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി എൻകാഷ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, ഇക്വിറ്റി ക്യാപിറ്റലിന് കോസ്റ്റ് കൂടുതലാണ്, ഡെറ്റ് ക്യാപിറ്റലിന് കമ്പാരിറ്റീവ് കോസ്റ്റ് കുറവാണ്. നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉപയോഗിച്ച് നിങ്ങളുടെ സാധനങ്ങളുടെ വില കുറയ്ക്കാനും മാർക്കറ്റ് പെനിട്രേറ്റ് ചെയ്യാനും ലോ ഫിനാൻഷ്യൽ ലെവറേജിൽ സാധിക്കില്ല. ഹൈ ഫിനാൻഷ്യൽ ലെവറേജിൽ എന്താ ഉണ്ടാവുക, കുറഞ്ഞ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ കുറേ അധികം പണം കിട്ടുന്നു. ആ പണം കിട്ടുമ്പോൾ നമ്മൾ റിസ്കി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു. അങ്ങനെ റിസ്കി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ അതിന് വരുമാനം കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത പോലെ വന്നിട്ടില്ലെങ്കിൽ നമുക്ക് എന്തുണ്ടാകാം, പ്രോബ്ലം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഹൈ ഫിനാൻഷ്യൽ ലെവറേജിന്റെ പ്രശ്നമാണ്. ഉണ്ട്, അതുകൊണ്ടല്ലേ അവർ ഓഫ് ഇട്ട് വിൽക്കണേ. കണ്ടിട്ടില്ലേ നിങ്ങൾ, ഒറ്റപ്പാലത്ത് ഏതെങ്കിലും ഒരു കടയിൽ സാധനങ്ങൾ ഡിസ്കൗണ്ട് ചെയ്ത് വിൽക്കുന്ന കണ്ടിട്ടുണ്ടോ? അതായത് അവര് എന്താണ്, എക്സ്പയറി ഡേറ്റ് ആകുമ്പോൾ റിലയൻസ് ഒരിക്കലും അത് കടയ്ക്ക് ആ കമ്പനിക്ക് തിരിച്ചു കൊടുക്കില്ല. സാധനം റിലയൻസ് തന്നെ വിൽക്കും അവിടെ ഇട്ടിട്ട്. അവരെന്താ ചെയ്യുക, ഇതിന്റെ 100 രൂപ സാധനം 80 രൂപ, 100 രൂപ സാധനം 60 രൂപ വിൽക്കും. അതിനൊരു കൗണ്ടർ തന്നെ ഉണ്ട് റിലയൻസിൽ. ഇപ്പൊ നമ്മളൊക്കെ ആദ്യം ചെന്നാൽ പോണ എവിടേക്ക് ആയിരിക്കുമല്ലോ, ഡിസ്കൗണ്ടിലെ കട, 80% പോട്ടെ വാങ്ങാം. കാരണം എന്താ, ഇത് അവർ എക്സ്പയറി ഡേറ്റിന്റെ 15 ദിവസം മുമ്പ് അവർ എന്ത് ചെയ്യും, വില കുറച്ച് വിൽക്കുന്നുണ്ടാവും. ആട്ട ഉണ്ടാവും, പൊടികൾ എല്ലാം ഉണ്ടാവില്ല. അത് റിസ്ക് ആണ് അവർക്ക്. അതായത് അവർ വാങ്ങുന്ന സാധനം ആ സമയം കൊണ്ട് അവർക്ക് അത് ആ കൗണ്ടർ വലുതാകും തോറും അവരെന്ത് ചെയ്യും, ലിവറേജിങ് കുറയ്ക്കും. ആ കൗണ്ടർ ചെറുതാകും തോറും അവരെന്ത് ചെയ്യും, ലിവറേജിങ് കൂട്ടും. അതിന്റെ അർത്ഥം എന്താണ്, അവർക്ക് ആ സാധനം വിറ്റ് പോകാൻ സാധിക്കുന്നുണ്ട് എന്നാണ് അർത്ഥം. എല്ലാവർക്കും ഉണ്ട്, എവരിബഡി ഹാവ് ഇറ്റ്. പാൽക്കാർക്ക്, ഈ പാലിന്റെ കമ്പനിക്ക്, അവർക്ക് ഭയങ്കര റിസ്ക്കാ. വൈകുന്നേരത്ത് വന്ന മിൽമ ഇന്ന് വന്ന പാല് നാളെ രാവിലെ തിരിച്ചുകൊണ്ട് പോകണം, അല്ലെങ്കിൽ ആ പാല് കേടുന്നു പോകല്ലേ. പാൽക്കടക്കാരൻ ഒരു പാക്കറ്റ് വിട്ട് 50 പൈസ കിട്ടുക, അവന് റിസ്ക് എടുക്കാൻ പറ്റുമോ? 50 പാക്കറ്റ് വിൽക്കണം, 25 ഉറുപ്പിക ഇട്ടാൻ ആൾക്കേ, അയാൾ റിസ്ക് എടുക്കുമോ? ഇല്ല. അതാണ് പിറ്റേ ദിവസം മോരായിട്ട് നിങ്ങൾക്ക് വരുന്നത്. See, you have to understand the operating റിസ്ക്കും ഫിനാൻഷ്യൽ റിസ്ക്കും ലിവറേജ് റിസ്ക്കും ഒക്കെ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അത് ഓരോരുത്തരും ഓരോ രീതിയിലാണ് ചെയ്യണമെന്നുള്ളതാണ്. ഇപ്പൊ ലിവറേജ് റിസ്ക്, 1 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ജോലിയുണ്ട്, 80,000 രൂപ ലോൺ എടുത്ത് ഇൻട്രസ്റ്റ് അടയ്ക്കാനുണ്ടെങ്കിൽ താൻ വലിയൊരു റിസ്ക് അല്ല എടുക്കണേ. ഒരു മാസം ഏതെങ്കിലും കാരണവശാൽ ജോലിക്ക് പോകാൻ പറ്റില്ല, സിക്ക് ലീവ് എടുക്കേണ്ടി വന്നു, അത് ലോസ് ഓഫ് പേ ആണെങ്കിൽ പെട്ടില്ലേ? ഫിനാൻഷ്യൽ ലിവറേജിന്റെ പ്രോബ്ലം അല്ലേ അത്? ഓപ്പറേറ്റിംഗ് ലിവറേജിന്റെ പ്രോബ്ലം എന്താ? ഒരാൾ 8 മണിക്കൂർ പണിയെടുക്കുന്ന ആൾ 10 മണിക്കൂർ പണിയെടുക്കും എല്ലാ ദിവസവും. പിന്നെ അയാൾ എന്നും 2 മണിക്കൂർ എക്സ്ട്രാ പണിയെടുക്കണം. കാരണം അത് ശീലമായിട്ട് മാറും. കമ്പനിക്കാർ ചോദിക്കും, എന്താ കുട്ടി നേരത്തെ പണം ചോദിക്കും. ഓപ്പറേറ്റിംഗ് ലിവറേജിന്റെ പ്രശ്നമല്ലേ അത്? സോ ലിവറേജിങ് നമ്മുടെ ലൈഫിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. അത് എവിടെ ഇല്ല എന്നുള്ളതല്ല, അത് എങ്ങനെ നമ്മളെ ബാധിക്കാൻ സാധ്യത മനസ്സിലാക്കലാണ് നമ്മുടെ ലക്ഷ്യം. ഇപ്പൊ ഫിനാൻഷ്യൽ ലിവറേജും പ്രശ്നമാണ്. ദെൻ ഹൈ ഓപ്പറേറ്റിംഗ് ലിവറേജും ഹൈ ഫിനാൻഷ്യൽ ലിവറേജും ഉണ്ടെങ്കിൽ എന്താണ്, അവർ റിട്ടേൺ ഓഫ് ഇക്വിറ്റി ഷെയർ വർദ്ധിപ്പിക്കാൻ, ROE വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ എന്താണ്, ഹൈ റിസ്ക്കുമാണ്. അതായത് ഹൈ ഓപ്പറേറ്റിംഗ് ലിവറേജും ഹൈ റിസ്ക്കുമുള്ള കമ്പനി, ഹൈ ഫിനാൻഷ്യൽ ലിവറേജുള്ള കമ്പനിയിൽ ഏണിംഗ് പെർ ഷെയർ, റിട്ടേൺ ഓൺ ഇക്വിറ്റി വർദ്ധിക്കും. പക്ഷേ അത് ഭയങ്കര റിസ്ക്കാണ്. ലോ ആണെന്നുണ്ടെങ്കിൽ റിസ്ക് കമ്പാരിറ്റീവ്ലി കുറവാണ്, പക്ഷേ ഒരു ഒപ്റ്റിമം റിട്ടേൺ അവർക്ക് കിട്ടാൻ സാധ്യത ഇല്ല. കാരണം മാക്സിമം റിട്ടേൺ കിട്ടാൻ സാധ്യതയില്ല. റിട്ടേൺ കമ്പാരിറ്റീവ്ലി എന്തായിരിക്കും, ഒരു ആവറേജ് റിട്ടേൺ മാത്രമേ റിട്ടേൺ ഓൺ ഇക്വിറ്റി ആയിട്ട് കിട്ടത്തുള്ളൂ. റിസ്ക്കും ലിവറേജും തമ്മിലുള്ള ബന്ധമാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്യൂച്ചർ റവന്യൂ സ്ട്രീംസ്, നമുക്ക് ഭാവിയിൽ വരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയെ ബാധിക്കുന്നതാണ് റിസ്ക് എന്ന് പറയുന്നത്. ഇപ്പൊ റിസ്ക് ലിവറേജുമായിട്ടുള്ള ബന്ധം, റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, റിസ്ക് ഭാവിയിൽ അടുത്ത കാലങ്ങളിൽ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയെ ബാധിക്കുന്നതാണ് റിസ്ക് എന്ന് പറയുന്നത്, അല്ലെ? അതല്ലേ റിസ്ക് എന്ന് പറയുന്നത്, റിസ്ക്. സോ ഇറ്റ്സ് എന്താണ്, so variation from the expect, the variation is normally on the negative or lower side because a positive variation reduce the investment risk and reduction of risk is always welcome. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ റിസ്ക് എന്ന് പറയുന്നത് എപ്പോഴും നെഗറ്റീവ് ആണ്. അതായത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു വരുമാനം നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കാത്തതിനെയാണ് റിസ്ക് എന്ന് പറയുന്നത്. നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാട്ടിലും കൂടുതൽ വരുമാനം വരികയാണെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് കുറയ്ക്കാം, നിങ്ങൾക്ക് ഒരിക്കലും അതെന്തല്ല ഒരു പ്രോബ്ലം അല്ല. അപ്പൊ നെഗറ്റീവ് സൈഡിലേക്ക് റിസ്ക് വരുന്നതാണ്. അതായത് നിങ്ങളുടെ ഫ്യൂച്ചർ സ്ട്രീം ഓഫ് ബിസിനസ്സിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് 18% വരുമാനമാണ്, അല്ലെങ്കിൽ 18% ഇൻക്രീസ് ഇൻ സെയിൽസ് ആണ്. അത് 16% ആകുന്നതാണ് റിസ്ക്, അത് 18% ആകുന്നതല്ല റിസ്ക്. 18% ആകുമ്പോൾ എന്തുണ്ടാവും, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് കുറയും, നിങ്ങൾക്ക് എന്താണ് വരുമാനം കൂടുകയാണ് ചെയ്യുന്നത്. അത് പോസിറ്റീവ് റിസ്ക് ആണ്, അത് റിസ്ക് അല്ല, നെഗറ്റീവ് റിസ്ക് ആണ് നമ്മൾ റിസ്ക് ആയിട്ട് കണക്കാക്കുന്നത്. ഫോർ ലിങ്കേജ് വിത്ത് ലിവറേജ് വി ക്യാൻ ഡിവൈഡ് റിസ്ക് ഇൻ ടു ബ്രോഡ് കാറ്റഗറീസ്. റിസ്കിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് ബിസിനസ് റിസ്ക്, ഒന്ന് ഫിനാൻഷ്യൽ റിസ്ക്. എന്താ ബിസിനസ് റിസ്ക്? ഓപ്പറേറ്റിംഗ് ലിവറേജ് റിസ്ക്. എന്താണ്, നിങ്ങൾക്ക് ഈ സാധനം കൂടുതൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് വിചാരിച്ച സാധനങ്ങൾ ഉണ്ടാക്കുന്നു, അത് വിറ്റുപോകുന്നില്ല,
അതാണ് നിങ്ങളുടെ എന്ത് ബിസിനസ് റിസ്ക്. എന്താ ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ പണം നിങ്ങൾക്ക് തിരിച്ചടയ്ക്കേണ്ടുന്ന പണം ലോൺ എടുത്തുകൊണ്ട് നിങ്ങൾ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും എന്നാൽ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് അത് തിരിച്ചടക്കാൻ സാധിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് എന്ത് ഫിനാൻഷ്യൽ റിസ്ക്. ഇത്രയേ ഉള്ളൂ. ബിസിനസ് റിസ്ക്, ഓപ്പറേറ്റിംഗ് ലിവറേജും ഫിനാൻഷ്യൽ ലിവറേജും അതിന്റെ റിസ്ക് തന്നെയാണ്. സോ for example, decision made regarding purchase of raw material, manufacturing expenses, administration expense, etc., which will change the business risk profile of the firm. അത് നിങ്ങൾ നിങ്ങളുടെ എന്താണ് മാനുഫാക്ചറിംഗിൽ പണം ചെലവാക്കാൻ തീരുമാനിക്കുന്നു, റോ മെറ്റീരിയൽ വാങ്ങാൻ തീരുമാനിക്കുന്നു, ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ ബിസിനസ് റിസ്ക് വർദ്ധിപ്പിക്കാം. കാരണം ഈ സാധനങ്ങൾ വാങ്ങിയിട്ട് കറക്റ്റായിട്ട് ഉണ്ടാക്കിയിട്ട് വിൽക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ എന്തായി, ബിസിനസ് റിസ്ക് ആയി. അതേസമയം ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറയുന്നത് നേരെ തിരിച്ചാണ്. എന്താണ് അത്, അവരുടെ ഫിനാൻസിങ് എങ്ങനെയാണോ അതിനെ ഫൈനാൻസ് ചെയ്യുന്നത്, ആ ഫൈനാൻസ് ചെയ്യുന്ന തിരിച്ചു കൊടുക്കാൻ പറ്റാത്തതാണ് ഫിനാൻഷ്യൽ റിസ്ക്. സോ ഇത് രണ്ടും എന്ത് സാധ്യത നമ്മുടെ കമ്പനിയുടെ ഗ്രോത്തിനെ ബാധിച്ചേക്കാം. ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ബിസിനസ് റിസ്ക് ആൻഡ് ഫിനാൻഷ്യൽ റിസ്ക് കാൻ ബി ക്ലാസിഫൈഡ് ബൈ ദ എക്സാമ്പിൾ. താഴെ പറയുന്ന എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. എക്സാമ്പിൾ ഒന്നും ആവശ്യമില്ല നമുക്ക്, അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാവും, മറിച്ചാർപ്പ് കഴിയും. നെറ്റ് സെയിൽസ് എത്രയാണ്, 8500 രൂപ. ഈ പ്രോബ്ലത്തിൽ നമുക്ക് ആ പ്രോബ്ലം കറക്റ്റായിട്ട് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. ഇത് പ്രോബ്ലം അല്ല, ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ്. മറിച്ച കഴിയെന്ന് പറഞ്ഞാൽ പിന്നെ മറിച്ചു നോക്കാം, അത് കഴിയും. മറിച്ച അപ്പൊ കഴിയും. 2 പേജും കൂടെ ഉള്ളൂ. നെറ്റ് സെയിൽസ് 8500 രൂപ കേട്ടോ, നെറ്റ് സെയിൽസ്. ദെൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് എത്രയാണ്, 5000 രൂപ. അപ്പൊ എത്രയാണ് നിങ്ങളുടെ പ്രോഫിറ്റ്, ഗ്രോസ് പ്രോഫിറ്റ് 3000. എന്താ നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും കോൺട്രിബ്യൂഷൻ അല്ലേ, സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ. അപ്പൊ നമുക്ക് എത്രയാണ്, 3500 ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി. സെല്ലിംഗ് എക്സ്പെൻസ് എത്രയാണ്, 1500 രൂപ. ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എത്രയാണ്, 2 ലക്ഷം. ഓക്കെ, അപ്പോൾ ഒന്നെന്താണ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടി. 2 നമുക്ക് സെല്ലിംഗ് എക്സ്പെൻസ് കിട്ടി. 3 നമുക്ക് എന്ത് കിട്ടി, നമുക്ക് ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് കിട്ടി. ബിസിനസ് റിസ്ക് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ഇമ്പാക്ട് ഓൺ ഐറ്റം നമ്പർ 3 എബോവ് ഓഫ് ചേഞ്ചസ് ഇൻ 1 and 2. നിങ്ങളുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിലും സെല്ലിംഗ് എക്സ്പെൻസിലും ഉണ്ടാകുന്ന മാറ്റം എങ്ങനെയാണ് നിങ്ങളുടെ ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സിൽ മാറ്റം വരുത്തുന്നത് എന്നതാണ് എന്ത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പറഞ്ഞ എന്താ അർത്ഥം, റോ മെറ്റീരിയല്, ഡയറക്റ്റ് എക്സ്പെൻസ്, ഇതല്ലേ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. വിറ്റ സാധനങ്ങളുടെ വില, ഉണ്ടാക്കാനുള്ള വില, റോ മെറ്റീരിയൽ, മാനുഫാക്ചറിങ് കോസ്റ്റ്, അല്ലേ, അതെല്ലാം ചേർത്താണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അപ്പൊ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിലും സെല്ലിംഗ് എക്സ്പെൻസിലും ഉണ്ടാകുന്ന മാറ്റം ഏണിംഗ് ബിഫോർ ടാക്സിൽ എത്രമാത്രം, ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സിൽ എന്ത് മാറ്റം ഉണ്ടാക്കുന്നു എന്ന അനാലിസിസ് ആണ് എന്ത്, ബിസിനസ് റിസ്ക് അനാലിസിസ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറയുന്നു, സെല്ലിംഗ് എക്സ്പെൻസസ് കുറഞ്ഞാൽ പ്രോഫിറ്റ് കൂടും, പോസിറ്റീവ് ചേഞ്ച് ആണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കൂടുന്നു, സെല്ലിംഗ് എക്സ്പെൻസ് കൂടുന്നു, അത് നെഗറ്റീവാണ്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെയും സെല്ലിംഗ് എക്സ്പെൻസിന്റെയും പ്രപ്പോർഷൻ നമുക്ക് മനസ്സിലാക്കണം, അതിന്റെ ഓപ്റ്റിമം മനസ്സിലാക്കണം. അതിനനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, മാർജിൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബിസിനസ് റിസ്ക് ഈസ് ഞാൻ പറഞ്ഞു. ദെൻ ഇതിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൽ എന്തൊക്കെ ഉണ്ടാവുക, റോ മെറ്റീരിയൽ, ലേബർ കോസ്റ്റ്, റെന്റ്, മാനുഫാക്ചർ എക്സ്പെൻസ് ഉണ്ടായിരിക്കും. ഈ എലമെന്റിൽ ലേബർ കോസ്റ്റ് ആൻഡ് ഫാക്ടറി റെന്റ് ആർ ഫിക്സഡ് കോസ്റ്റ് വൈൽ ദ റെസ്റ്റ് ഓഫ് ദ വേരിയബിൾ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ലെവൽ ഓഫ് സെയിൽസ്. അതിൽ ലേബർ കോസ്റ്റും ഫാക്ടറി റെന്റും ഒക്കെ എന്തായിരിക്കും, ഫിക്സഡ് ആയിരിക്കും. കാരണം കൂലിയും അല്ലെങ്കിൽ വാടകയൊന്നും കൂടില്ല, കൂടുതൽ സാധനം ഉണ്ടാക്കിയാലും കുറഞ്ഞ സാധനം ഉണ്ടാക്കിയാലും. പക്ഷേ റോ മെറ്റീരിയലും മറ്റുള്ള എക്സ്പെൻസുകളൊക്കെ, മാനുഫാക്ചറിംഗ് എക്സ്പെൻസ് ഒക്കെ കൂടാൻ. അപ്പൊ 2 കമ്പോണന്റ് ഉണ്ട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിലെ എക്സ്പെൻസിൽ, 2 കമ്പോണന്റ് ഉണ്ട്, ഫിക്സഡ് കമ്പോണന്റും വേരിയബിൾ കമ്പോണന്റ്. ഫിക്സഡ് കമ്പോണന്റ് ഏതൊക്കെയാണ്, ലേബർ എക്സ്പെൻസ്, ലേബർ വേജ്, അതുപോലെ തന്നെ വേറെ എന്താണ്, ഫാക്ടറി റെന്റ് പോലത്തുള്ള ഫിക്സഡ് എക്സ്പെൻസുകളും മാനുഫാക്ചറിംഗ് കോസ്റ്റുകളായിട്ടുള്ള റോ മെറ്റീരിയൽ, മറ്റതൊക്കെ എന്താണ്, അതൊക്കെ വേരിയബിൾ എക്സ്പെൻസും. അപ്പോൾ ഇഫ് ദ ഫിക്സഡ് കോസ്റ്റ് ആർ ഇൻക്രീസ്, ദ എക്സ്പെക്ടേഷൻ വുഡ് ബി ദാറ്റ് ദ സെയിൽസ് വുഡ് റൈസ് ഇൻ ദ ആന്റിസിപ്പേറ്റഡ് പ്രപ്പോർഷൻ. നിങ്ങൾ ആൾറെഡി ഒരു ഫാക്ടറി ഉണ്ട്, വാടക കൊടുത്തൊരു ഫാക്ടറി ഉണ്ട്, ആ ഫാക്ടറിയിൽ സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അഡീഷണൽ ഒരു ഫാക്ടറി നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫിക്സഡ് കോസ്റ്റ് കൂടിയില്ലേ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാകണം, പ്രപ്പോർഷനേറ്റ് ഇൻക്രീസ് ഇൻ സെയിൽസ് ഉണ്ടാകണം. അല്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ല എന്നതാണ് അതിന്റെ ഡിസിഷൻ. ബിസിനസ് റിസ്ക് വർദ്ധിപ്പിക്കും. അതായത് അഡീഷണൽ ഒരു ഫാക്ടറി കൂടെ വാടകയ്ക്ക് എടുക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ, 10 പേരെയും കൂടി ജോലിക്ക് എടുക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫിക്സ്ഡ് എക്സ്പെൻസ് കൂടില്ലേ. ആ ഫിക്സ്ഡ് എക്സ്പെൻസിന് പ്രപ്പോർഷനേറ്റ് ആയിട്ട് നിങ്ങളുടെ വരുമാനം വർദ്ധിക്കുന്നില്ല എങ്കിൽ ആ തീരുമാനത്തിന്റെ റിസ്ക് അതല്ലേ. അതാണ് വേരിയബിൾ എക്സ്പെൻസ് നമുക്ക് റിസ്ക് അല്ല. കാരണം 5 കിലോ അരി കൊണ്ടുവന്നാൽ 5 കിലോ അരിയുടെ ബിരിയാണി നമ്മൾ ഉണ്ടാക്കുള്ളൂ, 6 കിലോ അരിയുടെ ബിരിയാണി ഉണ്ടാക്കില്ല. 6 കിലോ ബിരിയാണി ഉള്ള ചെമ്പ് 5 കിലോ ബിരിയാണി അരി കൊണ്ടുവരുന്നു. നമ്മൾ അഡീഷണൽ ആൾക്കാർ വരുമെന്ന് വെച്ചാൽ 10 കിലോ ബിരിയാണി ഉണ്ടാക്കിയാലേ പ്രശ്നമുള്ളൂ. അപ്പൊ വേരിയബിൾ എക്സ്പെൻസിൽ നമുക്ക് മാറ്റങ്ങൾ വരില്ല. വേരിയബിൾ എക്സ്പെൻസ് കൂടുമ്പോൾ അതനുസരിച്ച് സാധനങ്ങൾ ഉണ്ടാകും, വിൽക്കാൻ സാധിക്കും. പക്ഷെ ഫിക്സഡ് എക്സ്പെൻസ് കൂടുമ്പോൾ പ്രശ്നമാണ്. എന്താണ്, 10 കിലോ അരി കൊണ്ടുവന്നു, നിങ്ങൾ വീട്ടിൽ വെച്ചിട്ടുണ്ട്,
5 കിലോ അരി വെച്ചു, ബാക്കി അധികം ആള് വന്നില്ല, ബാക്കി 5 കിലോ നിങ്ങൾക്ക് നഷ്ടമാണോ? ആണോ? അല്ല, നിങ്ങൾക്ക് നാളെയും വെക്കാം, മറ്റന്നാളും വെക്കാം. ഒരു ഫാക്ടറി വെച്ചു, നിങ്ങൾ എന്ത് ചെയ്തു? 5 കിലോ അരിക്ക് ആള് വരും എന്ന് വിചാരിച്ചിട്ട് 25 കിലോ അരി കൊണ്ടുവന്ന് വെച്ചു. അതിനു വേണ്ടി ഒരു പന്തലിട്ടു, 25 കിലോ അരിയുടെ ആൾക്കാർക്കുള്ള പന്തലിട്ടു. 5 കിലോ അരിയുടെ ആളെ വന്നെങ്കിലോ ആ പന്തലിന്റെ കോസ്റ്റ് എന്തായാലും കൊടുക്കണ്ടേ? 20 കിലോ അരി നിങ്ങളുടെ അടുക്കളയിൽ ഇരിപ്പുണ്ട്, നിങ്ങൾക്ക് നഷ്ടമില്ല, പന്തലിന്റെ കോസ്റ്റ് കൊടുക്കണോ? അത് ഫിക്സഡ് കോസ്റ്റ് അല്ലേ? അപ്പോൾ ഒരു ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത് there are two types of expenses for a business. One is fixed expenses and variable expenses. If a percentage of change in fixed expense happens, automatically there should be a change of profit has to happen. Otherwise അത് അപകടമാണ്. അതാണ് അതിന്റെ ബിസിനസ് റിസ്ക്. വേരിയബിൾ എക്സ്പെൻസിൽ റിസ്ക് ഇല്ല. കാരണം വേരിയബിൾ എക്സ്പെൻസ് നമ്മൾ ആവശ്യം ഉണ്ടെങ്കിലേ നമ്മൾ ചെയ്യുള്ളൂ. ബാക്കിയുള്ള സാധനം നമ്മുടെ അടുത്ത് ഉണ്ടാകും. റോ മെറ്റീരിയൽസ് നമ്മുടെ ഓഫീസിൽ കിടപ്പുണ്ടായിരിക്കും, സ്റ്റോക്ക് നമ്മുടെ അടുത്ത് ഉണ്ടായിരിക്കും. പക്ഷെ ഫാക്ടറി നമ്മൾ എന്താ ചെയ്യുക? ഉപയോഗിച്ചാലും കാശ് കൊടുക്കണ്ടേ? ആൾക്കാർക്ക് ശമ്പളം കൊടുക്കണ്ടേ? ഇലക്ട്രിസിറ്റി ബിൽ അടക്കണ്ടേ? ഇതൊക്കെ നമ്മൾ കൊടുത്തേ മതിയാകൂ. മനസ്സിലാവുണ്ടോ തോട്ട് പ്രോസസ് എങ്ങനെ പോകണം എന്നുള്ളത്? അതായത് ഒരു കമ്പനിക്ക് അതിന്റെ ഇതൊക്കെ നിങ്ങളുടെ കമ്പനിയിലുണ്ട്. എവറി കമ്പനി ഹാവ് ദിസ്. ദെൻ however, if the sales do not rise on anticipated, business risk increase ചെയ്യുന്നു. Till now we have assumed that the firm have no debt. ഇവിടെ നമ്മൾ എന്താ ചെയ്തു? ഇതുവരെ നമ്മളില്ല എന്ത് വിചാരിച്ചില്ല? ഈ കമ്പനിയിൽ ഡെറ്റ് ഇല്ല എന്നാണ് വിചാരിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ 1, 2, 3 ബന്ധം കണ്ടുപിടിക്കാൻ ശ്രമിച്ചത്. എന്താണ്? ഓവർ ഹെഡ്സും അതുപോലെ എന്തൊക്കെയാണ് നമ്മുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും സെല്ലിംഗ് എക്സ്പെൻസും നമ്മളുടെ ബന്ധം 3 എന്താണ് പ്രോഫിറ്റുമായിട്ടുള്ള ബന്ധം കണ്ടുപിടിക്കാൻ ശ്രമിച്ചത്. ഇനി ഇതിൽ ലോൺ ഉണ്ടെങ്കിലോ, ഫിനാൻഷ്യൽ ലിവറേജിംഗ് ഉണ്ടെങ്കിലോ? ഫിനാൻഷ്യൽ ലിവറേജ് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എത്രയാ? 2000 കിട്ടി. അതിൽ ഇൻട്രസ്റ്റ് എത്രയുണ്ട്? 500 രൂപ ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എത്രയാണ്? 1500 രൂപ. ടാക്സ് എത്രയാണ്? 600 രൂപ. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എത്രയാണ്? 900 രൂപ. ഓക്കെ, സോ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നൗ 5 എന്താണ്? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. അതിന്റെ ബന്ധം നമ്മൾ എന്തിനോട് കണക്കാക്കുന്നു? സി, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഇസ് ഡിപ്പെൻഡന്റ് ഓൺ ദ ഇൻട്രസ്റ്റ് പേയ്മെന്റ് വിച്ച് ആർ ഫിക്സ്ഡ്. ഈ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്തിനെ ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇൻട്രസ്റ്റ് പേയ്മെന്റിനെ കുറിച്ചിട്ടാണ്. കാരണം ഇൻട്രസ്റ്റ് കൂടുന്നതിനനുസരിച്ച് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കുറയും, ഇൻട്രസ്റ്റ് കുറയുന്നതനുസരിച്ചിട്ട് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കൂടും. അപ്പൊ എന്തുണ്ടായി? നിങ്ങളുടെ ഫിനാൻസിങ് ഡിസിഷൻസ് നിങ്ങളുടെ പ്രോഫിറ്റിനെ ബാധിച്ചേക്കാം. അതൊരു റിസ്ക് ആണ്, ഫിനാൻഷ്യൽ റിസ്ക് ആണ്. അപ്പൊ ഫിനാൻഷ്യൽ റിസ്ക് കൂടുതൽ എടുക്കുമ്പോൾ എന്തായിരിക്കണം? അതിനേക്കാട്ടിലും കൂടുതൽ വരുമാനം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, സോ a firm has operating leverage when it expand output and sales without proportionate increase in fixed cost. ഒരു കമ്പനിക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് എപ്പോഴാണ് കിട്ടുന്നത്? എപ്പോഴാണോ അവരെന്ത് ചെയ്യുന്നത്? അവരുടെ ഫിക്സഡ് എക്സ്പെൻസസ് കൂട്ടാതെ അവരെന്ത് ചെയ്യുന്നു? അവരുടെ ഔട്ട്പുട്ടും സെയിൽസും വർദ്ധിപ്പിക്കുകയാണെങ്കിൽ. അതാണ് അവരുടെ ഫിക്സഡ് എക്സ്പെൻസ് കൂട്ടാതെ അവരുടെ ഔട്ട്പുട്ടും സെയിൽസും വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അത് ഓപ്പറേറ്റിംഗ് ലിവറേജ് ഉള്ള കമ്പനിയാണ് എന്ന് നമുക്ക് പറയാം. അതായത് നമ്മൾ പറഞ്ഞില്ലേ, വളയ്ക്കാം, ഒടിക്കരുത്. മാക്സിമം കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്യുന്ന കമ്പനിക്ക് ഹൈ ഓപ്പറേറ്റിംഗ് ലിവറേജ് ഉള്ള കമ്പനിയാണെന്ന് പറയാം. Okay, then let us assume that in our earlier illustration, cost of sales has a following breakup. Cost of sales ന്റെ breakup ആണ് തന്നിട്ടുള്ളത്. എന്താണ് ആ breakup? ഒന്ന്, കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ 2500, ലേബർ കോസ്റ്റ് 500, ഫാക്ടറി റെന്റ് 500, അതർ മാനുഫാക്ചറിങ് കോസ്റ്റ് 1500. ഇതിലേതാ ഫിക്സഡ് ആയിട്ടുള്ളത്? 500 ഫിക്സഡ് ആണ്, 1500 എന്താണ്? ഫ്ലക്ച്വേറ്റിംഗ് ആണ്, അല്ലേ? Labor cost and factory rent are fixed cost for running the factory for manufacturing say 1 lakh units. ഈ ലേബർ കോസ്റ്റ് ഉപയോഗിക്കുന്ന ഉദാഹരണത്തിന് 1 ലക്ഷം യൂണിറ്റ് ഉണ്ടാക്കാനാണ് എന്ന് കരുതുക. The firm now plans to expand it to 2 lakhs. Now ഇത് അവരെന്ത് ചെയ്യുന്നു? 2 ലക്ഷമായിട്ട് മാറ്റാൻ താല്പര്യപ്പെടുന്നു. In the same factory, by increasing the number of factory labor and installation of new machinery, the profit and loss account under 2 levels of capacity would now read as follows. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ 1 ലക്ഷം യൂണിറ്റ് ഉണ്ടാക്കാനാണ് ഈ ചെലവുകൾ ഉള്ളത് എന്നുണ്ടെങ്കിൽ അവർ ഓപ്പറേറ്റിംഗ് ലിവറേജ് വർദ്ധിപ്പിച്ച് 2 ലക്ഷം യൂണിറ്റ് ഉണ്ടാക്കാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഇങ്ങനെയാണ് ഉണ്ടാവുക. എങ്ങനെ ഉണ്ടാവുക? കപ്പാസിറ്റി 1 ലക്ഷം യൂണിറ്റ് ആണ് എന്ന് കരുതുക. നെറ്റ് സെയിൽസ് എത്രയാണ്? 8500. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എത്രയാണ്? 2500. നമ്മൾ ആൾറെഡി നമ്മുടെ അടുത്തുള്ളതാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ലേബർ കോസ്റ്റ് എത്രയാണ്? 500. ഫാക്ടറി റെന്റ് എത്രയാണ്? 500. അതർ മാനുഫാക്ചറിംഗ് കോസ്റ്റ് എത്രയാണ്? 1500. അപ്പൊ എത്ര ഗ്രോസ് പ്രോഫിറ്റ്? ഗ്രോസ് പ്രോഫിറ്റ് 8500 മൈനസ് 2500 മൈനസ് 500 മൈനസ് 500 മൈനസ് 1500. സോ എത്രയാണ്? 3500. ക്ലിയർ അല്ലേ? 3500 ആണ് ഗ്രോസ് പ്രോഫിറ്റ്. സെല്ലിംഗ് എക്സ്പെൻസ് എത്ര നമുക്ക് തന്നിട്ടുള്ളത്? 1500. നമ്മളുടെ ആൾറെഡി തന്നിട്ടുണ്ടാവും, ഈ കണക്കിൽ മുമ്പത്തെ കണക്കിൽ തന്നിട്ടുണ്ടാവാം. സെല്ലിംഗ് എക്സ്പെൻസസ് തന്നിട്ടുണ്ടോ? ഉണ്ട്, 1500 തന്നിട്ടുണ്ട്. അതാണ് സെല്ലിംഗ് എക്സ്പെൻസസ്. സോ ഏണിംഗ് ബിഫോർ ടാക്സ് എത്രയാണ്? 2000. ദെൻ ടാക്സ് എത്രയാണ്?
40%, 800. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എത്രയാണ്? 1200. അപ്പോൾ ഒരു കമ്പനി 1,00,000 യൂണിറ്റ് ഉണ്ടാക്കുന്ന കമ്പനിയാണെന്നുണ്ടെങ്കിൽ ഈ പ്രസന്റ് കപ്പാസിറ്റിയിൽ 1200 രൂപയാണ് പ്രോഫിറ്റ് അവരുണ്ടാക്കുന്നത്. 1200 ആണ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. ഇതൊക്കെ എല്ലാം തൗസൻഡ്സിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ കപ്പാസിറ്റി 2,00,000 ആക്കിയെന്ന് കരുതുക, ഇരട്ടിയാക്കി. അപ്പൊ അങ്ങനെയാണെങ്കിൽ എത്രയായി? നെറ്റ് സെയിൽസ് 8 എന്നുള്ളത് 17 ഇരട്ടിയായി. ദെൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എത്രയായി? 2,500 5,000 ആയി. ദെൻ എന്താണ്? ലേബർ കോസ്റ്റ് 500 1000 ഫാക്ടറി 2 മാറുന്നില്ല, 500 തന്നെയാണുള്ളത്. ദെൻ അതർ മാനുഫാക്ചറിങ് കോസ്റ്റ് 1500 നിന്ന് 2500 ആയി. ഇത് പ്രപ്പോർഷനേറ്റ് ഇൻക്രീസ് ഒന്നും അല്ല, അതൊരു ഇൻക്രീസ് ആയി, ഒരു എക്സാമ്പിളിന് വേണ്ടി തരുന്നതാണ്. അതിൽ വേറെ ഒന്നും ടെൻഷൻ അടിക്കേണ്ട, അല്ലെങ്കിൽ കണക്കിൽ പറയണം. 2500 ആയി. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് എത്രയായി? 8000 രൂപയായി. കാരണം എന്താണ്? അതർ മാനുഫാക്ചറിങ് കോസ്റ്റ് കൂടുതൽ യൂണിറ്റ് ഉണ്ടാക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറയും എന്നൊരു അസംഷനാണ്. അതായത് മാനുഫാക്ചറിങ് ചെലവുകൾ കൂടുതൽ യൂണിറ്റ് ഉണ്ടാക്കുമ്പോൾ പെർ യൂണിറ്റ് കമ്പാരിറ്റീവ്ലി കുറയാൻ സാധ്യതയുള്ള അസംഷനിലാണ് 1500 1,00,000 യൂണിറ്റിനാകുമ്പോൾ 2500 2,00,000 യൂണിറ്റിന് കാണിച്ചിട്ടുള്ളത്. അതൊരു എക്സാമ്പിൾ മാത്രമാണ്. അപ്പോൾ 8000 രൂപയാണ് ഗ്രോസ് പ്രോഫിറ്റ് ഉള്ളത്. സെല്ലിംഗ് എക്സ്പെൻസസ് 1500 ആണ്. 1,00,000 യൂണിറ്റ് വിൽക്കാൻ വേണ്ടി 1500 ചെലവാകുമ്പോൾ ഒരു 1000 രൂപ കൂടി കൊടുത്താൽ 2,00,000 യൂണിറ്റ് ചെലവാക്കാൻ പറ്റും. കാരണം അഡീഷണൽ ആയിട്ട് വേറെ ഒന്നും ആവശ്യം വരില്ല. അസംഷൻ 8000 മൈനസ് 2500 5500 രൂപയാണ് ഏർണിംഗ് ബിഫോർ ടാക്സ്. പ്രോഫിറ്റ് എന്താണ്? ടാക്സ് എത്രയാണ്? 40% 2200. സോ പ്രോഫിറ്റ് എത്രയാണ്? 3300 രൂപ. സോ ഇവിടെ എന്താ ഉണ്ടായത്? ഈ സെയിൽസ് 100% വർദ്ധിക്കുമ്പോൾ പ്രോഫിറ്റ് എത്ര വർദ്ധിച്ച്? 175% വർദ്ധിച്ചു എന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ ഓപ്പറേറ്റിംഗ് ലിവറേജ് കമ്പനി എന്ത് ചെയ്തു? കമ്പനി അവരുടെ മാക്സിമം കപ്പാസിറ്റി ഉപയോഗിച്ചിട്ടാണ് അവരെന്ത് വർക്ക് ചെയ്തത്. ആ വർക്ക് ചെയ്തത് കൊണ്ട് അവർക്ക് എന്തുണ്ടായി? ആ ഓപ്പറേറ്റിംഗ് ലിവറേജിന്റെ ഗുണം ഉണ്ടായി. 100% ഇൻക്രീസ് ഇൻ സെയിൽസ്, ഐ ഇൻക്രീസ് 175% ഇൻക്രീസ് ഇൻ പ്രോഫിറ്റ്. അപ്പോൾ ഒരു കമ്പനി എപ്പോഴും എന്താ ചെയ്യേണ്ടത്? അവരുടെ മാക്സിമം കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. പക്ഷെ കൺസിഡറേഷൻ ഹാസ് ടു ബി ഗിവൻ. ഹൈ ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇസ് ഹൈലി റിസ്കി ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു സെൽ ദ പ്രോഡക്റ്റ്. അത് കൂനിന്മേൽ കുരുവായിട്ട് മാറും, അധിക പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട്. ദെൻ ഇത് തന്നെ ഫിനാൻഷ്യൽ ലിവറേജ് വെച്ച് നമുക്ക് നോക്കാം ആഫ്റ്റർ 5.